നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സഭയുടെ ഹോമോസെക്സ്വാലിറ്റിയെ കുറിച്ചുള്ള നിലപാട് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പലപ്പോഴും ലോകമാധ്യമങ്ങൾ മുഴുവനും ന്യൂസ് പോർട്ടലുകൾ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത് ഹോമോസെക്സ്വാലിറ്റിയെ ബ്ലസ് ചെയ്യാൻ സഭ അംഗീകരിച്ചു, അതിന് അംഗീകാരം നൽകി എന്നുള്ള രീതിയിലാണ്. പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ, സഭയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അത് ആ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഒരിക്കലും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത നിലപാടുകളാണ്, വ്യാഖ്യാനങ്ങളാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിലും അതുപോലെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലുമാണ്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. അതിന് തന്നെ ഫാദർ, സഭ ഈ കാര്യത്തിൽ ഒരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. സഭ കുറെ വ്യക്തതകൾ വരുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ജർമ്മൻ സഭയിൽ നിന്നുള്ള പ്രഷർ ഉള്ളതായിട്ട് നമുക്കറിയാം. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഹോമോസെക്സ്വാലിറ്റിയെ അംഗീകരിച്ചിട്ടുണ്ട്, നിയമപരമായി അംഗീകരിച്ചു. അങ്ങനെ ഒരുപാട് പ്രഷറുകൾ നാനാഭാഗത്തു നിന്നും സഭ ഇതിൻ്റെ പേരിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് സഭ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട്. ലോകമാധ്യമങ്ങൾ മുഴുവനും അതിനെക്കുറിച്ച് പറയുന്നത് സഭ ഹോമോസെക്സ്വാലിറ്റിയെ ബ്ലസ് ചെയ്യാൻ അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ഈ ഡോക്യുമെന്റിനെ പല രീതിയിലും അവർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദർ, അതിനെക്കുറിച്ച് വ്യക്തമായ എന്താണ് ആ ഡോക്യുമെന്റ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുമോ? ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി കൗതുകത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവുമായിരിക്കും. നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ, സ്വവർഗ വിവാഹം, അങ്ങനത്തെ ആളുകളുടെ ഒരുമിച്ചുള്ള വാസം, ഒരേ ലൈംഗിക ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധപ്പെടലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇതൊരു പാപമാണോ തിന്മയാണോ എന്നൊക്കെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടും അങ്ങനത്തെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സ്വകാര്യമായോ അല്ലെങ്കിൽ അതൊക്കെ ഒരു അപമാനിക്കപ്പെടുന്ന കാര്യമാണ് എന്നുള്ള വിചാരത്തോടെയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ വല്ലാതെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി തുടങ്ങിയത് യൂറോപ്യൻ നാടുകളിൽ തന്നെയാണ്. അവിടെ അതൊരു വലിയ ചർച്ചയായി മാറുകയും അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവുകയും, അതിന്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം, ആളുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സഭാ സമൂഹങ്ങൾ, ഇടവകകളൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊക്കെ തുടങ്ങി. സ്വാഭാവികമായും നമുക്കറിയാവുന്ന പോലെ രണ്ടു വശത്തുനിന്നും ചിന്തിക്കുന്ന ആളുണ്ടാവും. അതുവരെ സഭ ഇത് വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണെന്നും തിന്മയാണെന്നും ഒരു വൈകൃതമാണെന്നും തന്നെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ, സാമൂഹിക പരിഷ്കരണമെന്ന് വിളിക്കപ്പെടുന്ന സോക്കോൾഡ് ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് ഇപ്പം എന്താണ് തിന്മ എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾ സഭയോട് ഔദ്യോഗികമായി ചോദിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ധാരാളം ഉണ്ടായി. ചിലപ്പോഴൊക്കെ ചില സഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വഴി ചോദിക്കുന്നുണ്ട്. ജനം സ്വകാര്യമായും പരസ്യമായും ഒക്കെ പല സ്ഥലങ്ങളിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില സഭാ അധികാരികൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള സഭയുടെ കാലികമായ നിലപാട് എന്താണ് എന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഒരു ദൗത്യം കൂടിയാണ്. തിരുസഭ കാലാകാലങ്ങളിൽ അങ്ങനെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഡോക്യുമെന്റ് അതൊരു ഡിക്ലറേഷനാണ്. അത് പണ്ട് CDF എന്നറിയപ്പെട്ടിരുന്ന കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ആ സംവിധാനം, ആ തിരുസംഘം തന്നെ ഇന്നത് അറിയപ്പെടുന്നത് ഡിക്കാസ്ട്രി എന്നാണ്. ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ ഡിക്കാസ്ട്രി, രണ്ട് പേര് മാറിയാലും ഒന്ന് തന്നെയാണ്. അപ്പൊ അവരുടെ ദൗത്യമാണ് കാലികമായി ദൈവശാസ്ത്ര വിഷയങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതലായി ചെയ്യുന്ന ഒരു പ്രവൃത്തി. ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, അതോടൊപ്പം ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിലപാടുകളെ സുസൂക്ഷ്മം പരിശോധിക്കുക, തെറ്റുള്ളിടത്ത് തിരുത്തുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് അവരുടെ ദൗത്യം. അപ്പോ 2021 1-2 വർഷം മുൻപ് മാർച്ച് മാസത്തിൽ ഒരു ഡോക്യുമെന്റ് ഇതിന് സമാനമായി തന്നെ വന്നിരുന്നു. അതിങ്ങനെയായിരുന്നു, ഈ ഡസ് ദ ചർച്ച് ഹാവ് ദ പവർ ടു ഗിവ് ദ ബ്ലെസ്സിംഗ് ടു യൂണിയൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് ദ സെയിം സെക്സ്. ഒരേ ലിംഗത്തിലുള്ള ആളുകളുടെ യൂണിയന് ആശീർവാദം കൊടുക്കാൻ സഭയ്ക്ക് പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്. അപ്പൊ അതിന് കോൺഗ്രിഗേഷൻ കൊടുക്കുന്ന മറുപടി, ആ ഡോക്യുമെന്റ് നമുക്ക് വത്തിക്കാന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. റെസ്പോൺസും ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, അന്ന് ഡോക്ടർ ഓഫ് ഫെയ്ത്ത് എന്നറിയപ്പെട്ടിരുന്നത്, ടു എ ദുബിയും എന്ന് പറഞ്ഞ ഡൗട്ട് ചോദ്യം റിഗാർഡിംഗ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദ യൂണിയൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് ദ സെയിം സെക്സ്. അത് ആരംഭിക്കുന്നത് തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ബ്ലെസ്സിംഗ് കൊടുക്കാൻ പറ്റില്ല.
ഒരു 1-2 വാചകം ഞാൻ എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. ഗോഡ് ലവ്സ് എവരി പേഴ്സൺ ആൻഡ് ദ ചർച്ച് ഡസ് ദ സെയിം, റിജക്റ്റിംഗ് ഓൾ അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതൊക്കെ സഭ എപ്പോഴും ഒരു ആരെയും വേർതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എഫക്ട്സ് ഓഫ് ദ സാക്രമെന്റ് അത് ഡിഫറെന്റ് ആണ്. സാക്രമെന്റുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ബൈ ദം മെൻ ആർ ഡിസ്പോസ് ടു റിസീവ് ദ ചീഫ് എഫക്ട് ഓഫ് ദ സാക്രമെന്റ്സ് ആൻഡ് വേരിയസ് ഒക്കേഷൻസ് ഓഫ് ദ ലൈഫ് ആർ സാങ്ക്ടിഫൈഡ്. അതുകൊണ്ട് മനുഷ്യന് വിശുദ്ധി ആവശ്യമുണ്ട്, വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുദാശകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അശുദ്ധിയോട് ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആശീർവാദം കൊടുക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അത് ആ ചോദ്യത്തോട് തന്നെ റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അന്നത്തെ ഡോക്യുമെന്റിനകത്ത് നമ്മൾ വായിക്കുന്നത്. ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. ദ ചർച്ച് കോൾസ് us to praise God, encourages us to implore his protection and exhorts us to seek his mercy by our holiness of life. അത് റോമൻ റിച്വൽസിനെന്നുള്ള. അതുകൊണ്ടാണ് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത് ഒരിക്കലും അങ്ങനെ ഒരു ഇത് എങ്ങനെ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് നോട്ട് ലിസിറ്റ് ടു ഇമ്പാക്ട് എ ബ്ലെസ്സിങ്. ഒരിക്കലും നിയമാനുസൃതമല്ല ഒരു ആശീർവാദം കൊടുക്കുന്നത് ഓൺ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളിൽ. അത് അങ്ങനത്തെ ബന്ധവുമായിട്ട് വരുന്ന ഒരാൾക്ക് ആശീർവാദം കൊടുക്കുന്നത്, അങ്ങനത്തെ ബന്ധങ്ങളെ ആശീർവദിക്കുന്നത്, ഓർ പാർട്ട്ണർഷിപ്സ്, അങ്ങനത്തെ ഒരുമിച്ച് ജീവിതങ്ങളെയോ പങ്കാളിത്തങ്ങളെയോ ആശീർവദിക്കുന്നത്, ഈവൻ സ്റ്റേബിൾ, സ്ഥിരമെന്ന് കരുതപ്പെട്ടാൽ പോലും, ദാറ്റ് ഇൻവോൾവ് സെക്ഷൽ ആക്ടിവിറ്റി ഔട്ട്സൈഡ് ഓഫ് മാരേജ്, വിവാഹത്തിന് പുറത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തെയോ അങ്ങനത്തെ യൂണിയനുകളെയോ ആശീർവദിക്കുന്നത് ഒരിക്കലും സഭയ്ക്ക് സാധ്യമല്ല എന്ന് 21 ഇതേ കോൺഗ്രിഗേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോഴാണ് ഇപ്പൊ നടക്കുന്ന ചർച്ചയ്ക്ക് എന്ത് സാങ്കത്യമുണ്ട്, എങ്ങനെയാണ് ഇതിനെ കാണുക എന്നത്. ഇതും യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യ പാരഗ്രാഫ്, ഈ ഡോക്യുമെന്റ് വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിന്റെ ആദ്യ പാരഗ്രാഫുകൾ വലിയൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ്. മാൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഡിനൈ ചെയ്യുന്നില്ല, പറഞ്ഞതിനൊക്കെ തന്നെ അസർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പല ആവർത്തി പല വിധത്തിൽ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെ തിരുസഭ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ചില കാർഡിനൽസിന്റെ ചോദ്യത്തിന് കൊടുക്കുന്ന ഒരു ഉത്തരം മാത്രമാണ്. ഇവിടെ പരിഗണിക്കപ്പെടുന്നത് ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടുള്ള ആരാധനാക്രമ സ്വഭാവമുള്ള ആശീർവാദത്തെക്കുറിച്ചല്ല, അവരുടെ യൂണിയനെ കുറിച്ചല്ല, അവർക്ക് അങ്ങനെ ജീവിക്കാം എന്ന് കൊടുക്കുന്ന ഒരു അംഗീകാരമല്ല, ഇതൊന്നുമല്ല, പിന്നെന്താണ് എന്നാണ് ഈ പറയുന്നത്. ഇത് കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡികാസ്റ്ററി പറയുന്ന കാര്യം ഇതാണ്, ഇവർക്ക് ഒരു പാസ്റ്ററൽ അക്കമ്പനിങ്ങിന്റെ ഭാഗമായി, ഒരുപക്ഷെ അവരെ മാനസാന്തരത്തിലേക്കൊക്കെ നയിക്കുക എന്നുള്ള ധ്വനിയായിരിക്കാം അതിനകത്തുള്ളത്, ഭാഗമായി ഒരു ആശീർവാദം കൊടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ്. ഇനി അതിന് കുറെ കണ്ടീഷൻസ് എടുത്ത് പറയുന്നുണ്ട്, അതുകൂടെ നമ്മൾ കേട്ടിട്ട് വേണം അതിനെ വിലയിരുത്താൻ. 1-2 ഒരു 4-5 പാരഗ്രാഫുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറയാം. 36ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ലിറ്റർജിക്കൽ ആക്ട് ആകരുത്, ഒരു സെമി ലിറ്റർജിക്കൽ ആക്ടും ആകരുത്. എന്ന് പറഞ്ഞാൽ ആരാധനാക്രമ സ്വഭാവത്തിലുള്ളതൊന്നും അതിനകത്തുണ്ടാകരുത് എന്നതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഫോർമുല ഉപയോഗിച്ച് ഇനി ഇങ്ങനെ സ്വർഗാനുരാഗികൾക്ക് വേണ്ടിയുള്ള ആശീർവാദം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഒരു പുസ്തകത്തിൽ അടിക്കുകയോ അല്ലെങ്കിൽ ഒരു വെഞ്ചരിപ്പുകളുടെ പുസ്തകത്തിനകത്ത് കൂട്ടിച്ചേർക്കുകയോ അങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു സെമി ലിറ്റർജിക്കൽ സ്വഭാവം പോലും അതിന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോഴും നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജനത്തിന് മനസ്സിലാകുമോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആ ചർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതാണ്. കാരണം ജനങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണം. ഇതൊരു പ്രധാന ചോദ്യം. ഇത് 2-3 സ്ഥലങ്ങളിൽ ഈ പ്രശ്നം വരാം. ഞാൻ ഒന്നുകൂടെ ഇനി 38ാം പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം, ഈ ആശീർവാദം എന്തിനുള്ളതാണ്? ആ ആശീർവാദം അവർക്ക് പീസ്, ഹെൽത്ത്, പേഷ്യൻസ് പോലെ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്. നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, നീ വിഷമിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ആശീർവാദം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് 38ാമത്തെ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്യാണ്. 35ാമത്തെ പാരഗ്രാഫിനകത്ത് പറഞ്ഞൊരു കാര്യം, ഒരു ഫോം ഓഫ് ബ്ലെസ്സിങ് ഉണ്ടാകരുതെന്നാണ്. ഒരു ഫോം ഓഫ് ബ്ലെസ്സിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയതമായ രൂപം ഈ ആശീർവാദത്തിന് ഉണ്ടാകരുത്. സ്പോണ്ടേനിയസ് ബ്ലെസ്സിങ് ആണ് കൊടുക്കേണ്ടതെന്നാണ്. ഒരു കാർമികൻ അദ്ദേഹത്തിന് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരണയോടുകൂടെ എന്തെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്നതിന് ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരച്ഛന് വേണമെങ്കിൽ വളരെ ആധികാരികമായി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളെ കർത്താവ് ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പോലും പറഞ്ഞുകൊണ്ടൊക്കെ ആശീർവദിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഭയപ്പെടണം. അതങ്ങനെ ഒരു ഓപ്പൺനെസ് ഇടുമ്പം സ്പോണ്ടേനിയസ് എന്ന് പറയും. ഇപ്പൊ കൃത്യമായി എഴുതപ്പെട്ട ഒരു പ്രാർത്ഥനയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആശീർവാദത്തെ വളരെ വലുതായി ഒരു വലിയ സെറിമണി ആയിട്ടൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതയെ ഈ ഡോക്യുമെന്റ് തന്നെ റിജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് 39ാമത്തെ പാരഗ്രാഫിലാണ്. അതിങ്ങനെ പറയും, വിവാഹ വസ്ത്രം ധരിച്ചു വരുന്നവർക്ക് അത് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ അടയാളങ്ങൾ ഏതെങ്കിലും, ഞങ്ങളിങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന യാതൊരു സാഹചര്യത്തിലും അത് അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഇമ്പാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല.
അങ്ങനത്തെ സന്ദർഭങ്ങളിലും ആകരുത്. എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗികൾ അവരുടെ ബന്ധത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന, അല്ലെ അവരൊരു വാർഷികം ആഘോഷിക്കുന്ന പോലത്തെ ഒരു സന്ദർഭത്തിലോ ഒന്നും ഈ ആശീർവാദം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി 40ാമത്തെ പാരഗ്രാഫിനകത്ത് ഇത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്ന വഴിയിലോ ഒരു വൈദികനെ അവർ പേഴ്സണലായിട്ട് സന്ദർശിക്കാൻ ചെന്നിരിക്കുന്ന സമയത്തോ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രാർത്ഥന കഴിയുന്ന സമയത്തോ, ഒരു തീർത്ഥാടനത്തിനകത്തോ ഒക്കെ കൊടുക്കുക എന്നാണ് ഞാനീ പറഞ്ഞതെല്ലാം ഡോക്യുമെന്റ് എണ്ണി പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നാണ്. അച്ഛനെ പേഴ്സണലായിട്ട് ഇവരെ വിഷമം പറയാനൊക്കെ കാണാൻ വരുന്നു. അതിനുശേഷം അച്ഛന്റെ ഉപദേശങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വിടുന്നു എന്നുള്ള മട്ടിലാണ് ഇത് കൊടുക്കേണ്ടത് എന്നാണ്. ഇനി അടുത്തത് ഇതിനകത്തൊരു 41ാമത്തെ പാരാഗ്രാഫ് പറഞ്ഞ ഒരു കാര്യം, പ്രൂഡന്റ് ആൻഡ് ഫാദർലി ഡിസേൺമെന്റ് ഓഫ് ദ പ്രീസ്റ്റ് മിനിസ്റ്റർ അതുണ്ടാവണം എന്നാണ്. ഈ വൈദികൻ പ്രൂഡന്റ് ആയിട്ട് അതേസമയം ഫാദർലി ആയിട്ട് ഇത് ചെയ്യണമെന്നാണ്. എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഇൻഡിവിജ്വൽ വൈദികനെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. വേറൊരാൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നും കൂടെയൊക്കെയുള്ള ധ്വനികൾ അതിനകത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയാ, മുൻകൂർ ജാമ്യങ്ങളെന്നോ അപകട സാധ്യതകളെ തരണം ചെയ്യാനുള്ള വഴികൾ എന്നൊക്കെ പറയാവുന്നതൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത്. അതുകൊണ്ട് വളരെ ടെക്നിക്കലായിട്ട് ഈ ഡോക്യുമെന്റിനെ പരിശോധിച്ചാൽ അതിനകത്ത് ഒരു പാസ്റ്ററൽ കെയറിന്റെ എക്സ്പ്ലനേഷൻ പോലെയൊക്കെ തോന്നിപ്പിക്കാം. ഫാദർ, വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുള്ളത്, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷന്റെ ഒരു വ്യക്തതയുടെ കുറവ് അതിന് അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാ വ്യക്തതയുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുറവ് എന്നാന്ന് വെച്ചാലേ, അവർക്ക് പ്രത്യേകമായ ഒരു ആശീർവാദം കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം സാധാരണ മനുഷ്യർക്ക് ചോദിക്കാവുന്നതാണ്. കാരണം നമുക്കിപ്പം മറ്റു ധാരാളം ഇപ്പം വീട് വെഞ്ചിരിപ്പുകളുണ്ട്, ഒരുമിച്ചുള്ള പ്രാർത്ഥനകളുണ്ട്, ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരെയൊക്കെ ആശീർവദിക്കുന്നതുണ്ട്, അതെല്ലാം ഉണ്ട്. സ്വവർഗാനുരാഗത്തിലായിരിക്കുന്നവർക്കുള്ള ആശീർവാദം ഒരുപക്ഷെ അതിന്റെ സാഹചര്യം അവരെ ആശീർവാദിക്കുന്ന സമയത്ത് മാറ്റി നിർത്തണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പോലെ കണക്കാക്കിയാൽ അത് ഓക്കെയാണ്. കാരണം ഒരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഒരു തലം അവിടെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കപ്പിൾസിനെ ബ്ലസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഒരു വശം, കാരണം സഭ ഒരു നല്ല ഉദ്ദേശശുദ്ധിയോടെ ആയിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുമ്പോൾ അതിനൊരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഒരു ഭാവം വരാനുള്ള സാധ്യതയുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കൽ എന്നതിനേക്കാൾ ആളുകൾക്ക് വേണമെങ്കിൽ അതെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാം എന്നാണ് പറയാൻ പറ്റുള്ളൂ. മാധ്യമങ്ങൾക്കോ ആളുകൾക്കോ അത് ദുരുപയോഗിക്കാൻ പറ്റും. ഈ ഡോക്യുമെന്റിനെ ആളുകൾ എല്ലാവരും വായിക്കുന്നില്ല. അതിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഡോക്ടറൽ ഡിക്ലറേഷൻ ഓപ്പൺസ് പോസിബിലിറ്റി ഓഫ് ബ്ലെസ്സിംഗ് കപ്പിൾസ് ഇൻ ഇറഗുലർ സിറ്റുവേഷൻസ് എന്നാണ് ഈ വത്തിക്കാന്റെ തന്നെ ന്യൂസിന്റെ ടൈറ്റിൽ. വത്തിക്കാൻ ന്യൂസിന്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്. അപ്പം അതിൽ നിന്നും ഒരുപാട് ഇംപ്രവൈസ് ചെയ്താണ് ലോകമാധ്യമങ്ങൾ മുഴുവൻ വാർത്ത എഴുതിയതിനെ. അതുണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ അതിനെ കൃത്യതയോടുകൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തത് വിവേകത്തോടു കൂടി ഈ കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിവേകത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നടത്തുന്ന ശ്രമമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം പാപാവസ്ഥയിലായിരിക്കുന്ന ഒരാളെ ശരിക്കും ചെയ്യാവുന്ന എന്താണ്? ആളുടെ പാപം പരിഹരിക്കപ്പെട്ടിട്ട് ആശീർവാദത്തിന് വരൂ എന്ന് പറയാനാണ് ശരിക്കും പറയേണ്ടത്. അങ്ങനെയാണല്ലോ. അതേസമയം ഇപ്പൊ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാൻ നിന്നെ ഇപ്പോൾ ആശീർവദിക്കാം എന്ന് പറയുന്നതിനേക്കാൾ നീ മോഷണം നിർത്തി ആശീർവാദത്തിലേക്ക് വരൂ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതമെന്ന് മാനുഷികമായി ചിന്തിക്കാം. തിരുസഭയുടെ പ്രബോധനത്തിന്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാനുഷികമായി നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ഒരു സഭയുടെ ആശീർവാദത്തെക്കുറിച്ച് ഈ ഡോക്യുമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആശീർവാദം എന്ന് പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുന്നതാണ്. അപ്പൊ ആശീർവാദത്തിന് പല തലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറയാണ്, അകന്നു നിൽക്കുന്ന ഒരാളെ ദൈവം മനുഷ്യൻ പാപികളായിരിക്കെ അവനെ ആശീർവദിച്ചുവല്ലോ. ആശീർവാദം ഒരു സംഭാഷണമാണ്, ദൈവത്തിന്റെ നന്മയുടെ സംഭാഷണമാണ് ആശീർവാദം. നിനക്ക് നന്മ വരട്ടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്കുകളാണ്. അപ്പൊ ദൈവം അത് അങ്ങനെയൊന്നും നോക്കാതെയാണ് നമ്മളോടൊക്കെ പെരുമാറിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൊടുക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്നുവെച്ചാൽ ദൈവകരുണയുടെ അനർഗളമായ നിർഗളത്തിന് നമ്മൾ വഴിയൊരുക്കുക, നമ്മളതിന് മാധ്യമങ്ങളാവുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. എന്നാൽ തീർച്ചയായും ഈ കാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഫ്രാൻസിസ് പാപ്പയും പറയേണ്ട സഭയും അങ്ങനെയുള്ളവരോട് കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്ന ഈ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെങ്കിലും എക്സെപ്ഷൻസ് ആണല്ലോ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ ആ എക്സെപ്ഷൻസ് ശ്രദ്ധയിൽപ്പെടുത്തിക്കപ്പെട്ടു എന്നുള്ള ഒരു അപകടം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇനി അതിനെ സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നത് കൃത്യതയോടുകൂടെ പഠിപ്പിക്കുകയും ഏറ്റവും കൂടുതലായി തിരുസഭ നാളിതുവരെ പറഞ്ഞിരുന്ന ഇത്തരം ഇറഗുലർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്വവർഗ അനുരാഗം എന്ന് പറയുന്ന കാര്യത്തിന്റെ അധാർമികതയെക്കുറിച്ച് സഭ കുറച്ചുകൂടെ ശക്തിയോടുകൂടെ പഠിപ്പിച്ചു തുടങ്ങേണ്ടതുണ്ട്. അവരെ ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശക്തിയോടെ അതിന്റെ ഇറഗുലാരിറ്റിയെ കുറിച്ച്, ഇത് ശരിയല്ല എന്ന് കുറച്ചുകൂടെ ശക്തിയിൽ പറയണം. അത് കാരുണ്യം തന്നെയാണ്. ഒരാളെ വഴിതെറ്റാൻ വിടുക എന്നുള്ളതല്ലല്ലോ.
പകരം അവർ തെറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതും സത്യം മുഖത്ത് നോക്കി പറയുക എന്നുള്ളതും ഇങ്ങനെ ചെയ്താൽ നീ നരകത്തിൽ പോകും എന്ന് മുഖത്ത് നോക്കി പറയുക എന്നുള്ളതും കാരുണ്യമാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ വശത്തെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചെയ്യേണ്ടതുണ്ട്. സഭ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രബോധനങ്ങളിലും നമ്മുടെ ന്യൂസുകളിലും ഒക്കെ അത് കുറച്ചുകൂടെ കൂടിയാൽ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ പറ്റുമെന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ഇതാണ്. സഭ ഉദ്ദേശിക്കുന്ന വളരെ വിശാലമായ ദൈവത്തിന്റെ അനുതാപികളെ ചേർത്ത് നിർത്തുന്ന ആ സംഭാഷണം ആർക്കും നിഷേധിക്കരുതെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്, ഈ ഡോക്യുമെന്റ് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ആർക്കും അതിനെ ഒരിക്കലും ചലഞ്ച് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ പറ്റുകയുമില്ല, ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പറ്റത്തുമില്ല. പക്ഷേ അതിനെ വ്യാഖ്യാനിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന പരാധീനതകൾ, അവ്യക്തതകൾ, അതിന്റെ വായനയുടെ കുറവ്, ഒപ്പം ഏതൊരു കാര്യത്തെ എങ്ങോട്ട് വേണം നമുക്ക് ചായച്ച് വ്യാഖ്യാനിക്കാമല്ലോ. കാരണം വ്യക്തികൾ ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് അതിൻ്റെ ഉള്ളില് ഫാലസീസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഭയങ്കരമാണ്. അതാണിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്കറിയാം പല രാജ്യങ്ങളും ഇതൊരു ക്രിമിനൽ കുറ്റമായി കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളടക്കം ക്രിമിനൽ കുറ്റമായി കരുതുന്നുണ്ട്. എന്നാൽ ഒരുപാട് വെസ്റ്റേൺ രാജ്യങ്ങളടക്കം നമുക്കറിയാം അവരൊന്നും ഇതൊരു ക്രിമിനൽ കുറ്റമായി കരുതുന്നില്ല. ഇതിനെല്ലാം അംഗീകരിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സഭയുടെ കാര്യത്തിൽ ഇതൊരു വളരെ വലിയ തിന്മയാണ്. അത് സഭ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളത്. സഭ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ് ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു തിന്മയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ നടക്കുന്ന ആഗോള മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ഡിസ്കഷനുകളെയും സഭയുടെ പഠനങ്ങളെയും ഇപ്പൊ സഭ കൊടുത്തിരിക്കുന്ന ഈ പ്രബോധനത്തെയും ഏത് രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, വിലയിരുത്താൻ കഴിയുന്നത്? ഈ ഡോക്യുമെന്റ് ഈ ഡിക്കാസ്റ്ററി അല്ലെങ്കിൽ ഈ ഡിക്കാസ്റ്ററി ഓഫ് ഡോക്ടർ ഓഫ് ഫെയ്ത്ത്, അത് വാസ്തവത്തില് അതിന്റെ ഒരു സൗന്ദര്യമുണ്ട്. അത് 45 പാരഗ്രാഫുകളിലായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന അതിന്റെ 4 ടൈറ്റിലുകളും പ്രധാനപ്പെട്ടതാണ്. ബ്ലെസ്സിങ് ഇൻ ദ സാക്രമെന്റ് ഓഫ് മാരിയേജ്, വിവാഹത്തിലെ ബ്ലെസ്സിങ്ങിന്റെ ആ ഔദാശികമായ ബ്ലെസ്സിങ്ങിന്റെ ഭംഗി. അതുപോലെ മീനിങ് ഓഫ് വേരിയസ് ബ്ലെസ്സിങ്സ്, വിവിധ തരം ഈ ബ്ലെസ്സിങ്ങുകളുടെ അർത്ഥതലങ്ങളെ കുറിച്ച് ഈ ഡോക്യുമെന്റ് പറയുന്നു. ഇതിന്റെ 3-ാമത്തെ ഭാഗത്താണ് ബ്ലെസ്സിങ് ഓഫ് കപ്പിൾസ് ഇൻ ഇറഗുലർ സിറ്റുവേഷൻ, എസ്പെഷ്യലി സെയിം സെക്സ് അടക്കമുള്ളത്. 4-ാമത് പറയുകയാണ് ചർച്ച് ആസ് എ സാക്രമെന്റ് ഓഫ് ഗോഡ്സ് ഇൻഫിനിറ്റ് ലവ്. ഈ 4 പ്രധാനപ്പെട്ട ടൈറ്റിലുകളും അതിന്റെ മനോഹാരിതയും ഈ ഡോക്യുമെന്റിനെ അത്യധികം ശ്രേഷ്ഠമാക്കുന്നതാണ്. എന്നാൽ അതിനകത്തെ ഒരു പാർട്ടിനെ പിഴുതെടുത്തിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ ഇത്തരത്തിൽ നെഗറ്റീവ് പ്രൊപ്പഗണ്ട കൊടുത്ത് ആ ഡോക്യുമെന്റിന്റെ ആ പ്രമാണരേഖയുടെ അന്തസത്തയെയും അതിന്റെ സൗന്ദര്യത്തെയും തമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താധാരയും ഒരു ചർച്ചയുമാണ് ഇന്ന് ലോകത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ചോദ്യം ഇതാണ്, സ്വവർഗ വിവാഹം ആശീർവദിക്കാം. വളരെ കൃത്യമായിട്ട് സഭ പറയുന്നുണ്ട് സ്വവർഗ വിവാഹം എന്നൊന്നും ഇല്ല, അങ്ങനെ ഒരു വിവാഹമേ ഇല്ല. പിന്നെ അത് ആശീർവദിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു വിവാഹം ഇല്ലാത്തെങ്കിൽ പിന്നെ ഇനി ആശീർവദിക്കാനുള്ള ചോദ്യം ഉദിക്കുന്നില്ല. അതേ സമയത്ത് നമുക്കറിയാം ഈ സ്വവർഗ വിവാഹം താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിലും അതൊരു കുറ്റകരമല്ല. സ്വവർഗ വിവാഹമല്ല, ചിലപ്പോൾ അബോർഷൻ അല്ല, വ്യഭിചാരമല്ല, അങ്ങനെ വളരെ മാരകമായിട്ടുള്ള തെറ്റുകൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും കുറ്റകരമല്ല. സഭയുടെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ് ഒരു പരിധി വരെ പറഞ്ഞാൽ. ഈ ഹോമോസെക്ഷുവാലിറ്റി ഇസ് നോട്ട് എ ക്രൈം ബട്ട് ഇറ്റ് ഇസ് എ സിൻ. അതൊരു പാപമാണ്. അത് കുറ്റകരമല്ലാത്തതുകൊണ്ട് അത് പാപകരമല്ലാതാകുന്നില്ല. വ്യഭിചാരം കുറ്റകരമല്ല എന്നുള്ളത് ആക്കിയത് കൊണ്ട് വ്യഭിചാരം പാപമല്ലാതാകുന്നില്ല. നമ്മള് ഭൂമിയെ ആശീർവദിക്കാറുണ്ട്, നമ്മൾ ചിലപ്പോൾ വാഹനങ്ങളെ ബ്ലെസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വീടുകളെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യുന്നുണ്ട്. കടലിനെ വരെ ബ്ലെസ് ചെയ്യുന്നു. കുട്ടികളാണെങ്കിൽ പേനകൾ കൊണ്ട് ബ്ലെസ് ചെയ്യുന്നു നമ്മൾ കാണും. ബ്ലെസ്സിങ്സിന് ഒരുപാട് തലങ്ങളുണ്ട്. അതൊന്നും കൂതാശയല്ല. നമുക്കറിയാം രാജ്യത്തിന് കുറ്റകരമല്ലാതായതുകൊണ്ട് അത് പാപമല്ലാതാകുന്നില്ല. പാപത്തെ സഭ ആശീർവദിക്കാറുമില്ല, ബ്ലെസ് ചെയ്യാറുമില്ല. പക്ഷെ പാപിയെ സഭ ഉപേക്ഷിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. പാപത്തെ വെറുക്കാനും പാപിയെ സ്നേഹിക്കാനും പറയുന്ന ക്രിസ്തുനാഥന്റെ സ്വരത്തിന്റെ പൂർത്തീകരണമാണിത്. ഇപ്പൊ സ്വവർഗഭോഗത്തിന് അടിപ്പെട്ടു പോയ വ്യക്തികള് ദമ്പതികളായി ജീവിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു സിവിൽ യൂണിയൻ ഉണ്ട്. വിവാഹത്തിന്റെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, വിവാഹത്തിന്റെ വസ്ത്രം ധരിച്ചു വരികയോ അല്ലെങ്കിൽ വിവാഹമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകളോ
അല്ലെങ്കിൽ വേഷവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഈ ബ്ലെസ്സിങ്ങിന് പാടില്ല എന്ന് വരെ എടുത്തു പറയുകയാണ്. അപ്പൊ വാസ്തവത്തിൽ അത് ഒരു കാരണവശാലും ഇത്തരമൊരു വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള തെറ്റിനും പാപത്തിനും അടിപ്പെട്ടു പോയ വ്യക്തികളെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലനമാണത്. അവരെയും നമ്മൾ ഉൾച്ചേർത്ത് വെക്കണം. പാപിയെ സ്നേഹിക്കണം, പാപിയെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കണം എന്നുള്ള സഭയുടെ കാഴ്ചപ്പാടിന് അടിവരയിടുകയാണ്. അപ്പൊ സഭയ്ക്ക് ഞാൻ സൂചിപ്പിച്ചത് പാപത്തെ ആശ്രയിക്കാനാകില്ല. വിവാഹത്തിന് പുറമെ നടക്കുന്ന എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളും പാപമാണ്, വ്യഭിചാരം അടക്കമെന്ന് സഭ ഇതിനകത്ത് കൃത്യമായി വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഇതൊന്നും പാപമല്ല എന്നുള്ളത് ഒരു വ്യാഖ്യാനമാണ്. രാജ്യത്തിന് കുറ്റകരമല്ലാത്തത് കൊണ്ട് പാപമല്ലാതാകുന്നില്ല. പക്ഷെ അവരെ ക്രൂരമായ ശിക്ഷകൾ ഏർപ്പെടുത്തി പീഡിപ്പിക്കരുതെന്നും പാപ്പ പറയുന്നുണ്ട്. ഈ തെറ്റിനടിപ്പെട്ടു പോയവരെ, മറ്റുള്ളവരെ പോലെ വിചാരികളെ പറ്റില്ല മറ്റുള്ള പാവത്തിനടിപ്പെട്ടു പോയവരെ നമ്മൾ കരുതണം, കാരുണ്യത്തോടെ കാണണം, സഭയുടെ കാരുണ്യത്തിന്റെ മുഖമായിരിക്കണം എന്നാണ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. അവരെ ക്രൂരമായി പീഡിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കരുത് എന്നുള്ളതും സഭ. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം അതാണ് വാസ്തവത്തിൽ ഇവിടെ ഇതിനകത്ത് നിഴലിക്കുന്നത്. അതിനെയാണ് നമ്മൾ എടുത്തിട്ട് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീ, രണ്ട് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലാത്ത വിധത്തിൽ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ല, പാപമല്ല. അവർക്ക് ചെന്ന് ആശീർവാദം മേടിക്കാം. അത് ഒരു അവിശുദ്ധമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇത് തെറ്റാകുന്നത്. ഇത് രണ്ട് സ്ത്രീകളാണെങ്കിൽ രണ്ട് പുരുഷന്മാരാണെങ്കിൽ. സോ ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ ക്രൈം ബട്ട് എ സിൻ എന്ന് പറയുമ്പോൾ അത് പാപമാകുന്നത്. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയോ അവരോട് ബ്ലെസ് ചെയ്യുകയോ ചെയ്യുന്നത് പാപമല്ല, അല്ലെങ്കിൽ അത് അത്തരത്തിൽ അതിനെ ആശീർവദിക്കുന്നത് തെറ്റല്ല എന്ന് സഭ പറയുന്നു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ അവിവാഹിതരായ പുരുഷന്, പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും ഒന്നിച്ചു വന്ന് വൈദികന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അപ്പൊ വിവാഹിതരാകണമെന്നില്ല, അവിടെ അവരെ ബ്ലെസ് ചെയ്ത് വിടും. അപ്പോ അല്ല ഡോക്ടർ അവിടെ ഒന്ന് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ അവര് ദമ്പതികളെ പോലെ, ഇപ്പൊ സ്വർഗ വിവാഹത്തിൽ ഏർപ്പെട്ടവർ ദമ്പതികളെ പോലെ വന്ന് നിൽക്കുകയും അവരെ ആ നിൽക്കുന്ന അവസ്ഥയിൽ അവരെ ബ്ലസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അതൊരു വളരെ വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സംശയമാണുള്ളത്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പലപ്പോഴും രോഗശാന്തി കിട്ടുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വ്യക്തികൾക്ക് വേണ്ടി അതേ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നത് പോലെ ഇതൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു പാപാവസ്ഥയായിരിക്കാം. അത്തരത്തിലൊരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ അതിലൂടെ അവർക്ക് അതിന് മോചനം കിട്ടാൻ സാധ്യതയില്ലേ? മറുവശം നമ്മൾ കാണണ്ടേ? അല്ല, ആ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഇവരെ ഇൻഡിവിജ്വൽ ആയിട്ട് ബ്ലസ് ചെയ്യാൻ സാധിക്കില്ലേ? ഇങ്ങനെ കപ്പിളായിട്ട് തന്നെ ബ്ലസ് ചെയ്യണമോ എന്നുള്ള ഒരു ചോദ്യം, അത് അങ്ങനെ ഒരു സംശയമുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത്, ഒരു സ്ത്രീ പുരുഷനും ഒരുമിച്ച് വരുന്നു, വിവാഹിതരാണോ അല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ബ്ലസ് ചെയ്യാറില്ലേ? ചിലപ്പോൾ വിവാഹിതരായിരിക്കില്ല, അവിവാഹിതരായിരിക്കാം, ബ്ലസ് ചെയ്യാറില്ലേ? അതുപോലെ രണ്ട് വ്യക്തികൾ വരുന്നു, അവരെ ബ്ലസ് ചെയ്യുന്നു. നമ്മൾ അന്ന് ആ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലിറ്റർജിക്കൽ ബ്ലെസ്സിങ് അല്ല. ഇതിപ്പം അവര് കപ്പിളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം അത് ബ്ലസ് ചെയ്യുന്ന വൈദികൻ അറിയാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്, അവര് ദമ്പതികൾ എന്നതിലേക്കുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളോ ആ തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ അതൊരു വിവാഹത്തിന്റെ ഒരു കെട്ടും മട്ടിലുമുള്ള ഒരു പ്രാർത്ഥനകളോ ബ്ലെസ്സിങ്സോ ആവരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ആ വ്യക്തികൾക്ക് ആ ദൈവത്തിന്റെ അനുഗ്രഹം നിഷേധിക്കാൻ സഭയ്ക്ക് കഴിയില്ല. ഹോളി സ്പിരിറ്റിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നതിനെ തടയാൻ സഭയ്ക്ക് കഴിയില്ല. സഭയ്ക്ക് അവരിലേക്കും അനുഗ്രഹം ഒഴുക്കാനേ കഴിയൂ. ഞാൻ ചോദിക്കുന്ന ചുങ്കക്കാരന്റെ അടുത്തേക്ക് ഈശോ പറയുന്നുണ്ട്, അവൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പ്രീശൻ പറയുമ്പോഴും ചുങ്കക്കാരനെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതായി ഈശോ പറയുന്നുണ്ട്. അവൻ പാപാവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യനാണെന്ന് ആരോപിക്കപ്പെടുമ്പോഴും അവൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ ഇവനെ ഇത്തരത്തിലൊരു ബ്ലെസ്സിങ്ങിലൂടെ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുമെങ്കിൽ എന്തിനു സഭ അതിനെ നിഷേധിക്കണം? അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ജർമ്മൻ സഭ എന്നൊക്കെ ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നതിന്റെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്നത് ഒരു വളരെ വലിയൊരു ഉതപ്പിന്, ഒരുപക്ഷെ ഒരു ദുഷ്പ്രേരണയ്ക്ക് വേറുള്ളവർക്ക് കാരണമാകാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? അവിടെയാണ് ഞാൻ ഒരു മാനുഷിക തലം പറയുന്നത്. ഈ സഭയുടെ പഠനങ്ങളെ കുറിച്ചും സഭയുടെ വിശ്വാസത്തെ കുറിച്ചും സഭയുടെ ലിറ്റർജിക്കൽ ആൻഡ് നോൺ ലിറ്റർജിക്കൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് സഭാംഗങ്ങൾക്ക് തോന്നാവുന്ന ഒരു മിഥ്യാബോധം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണത്. ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ വ്യക്തികൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട തിന്മയുടെ സ്വാധീനങ്ങളെ അവരെ വീണ്ടെടുക്കാനുള്ള സഭയുടെ കാഴ്ചപ്പാടിനെ നമ്മൾ വേണ്ട എന്ന് വെക്കണോ? അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത് അത് അവരുടെ വിശ്വാസ തലത്തിലെ ഒരുപക്ഷെ പരിജ്ഞാനക്കുറവായിരിക്കാം അതിന്റെ കാരണം. അതല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ശത്രുക്കളായ സഭയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ
മാർപ്പാപ്പ മഹാപാപിയാണ് എന്ന ധാരണ സഭയ്ക്കുള്ളിൽ പടർത്തിക്കൊണ്ട് സഭയെ പാപ്പയിൽ നിന്ന് അകറ്റുക എന്ന കരുതലോടി ചെയ്യുന്നവരും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം. അതുപോലെ ഡോക്ടർ, തന്നെ അപ്പൊ വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഇത് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ കപ്പിളായിട്ട് ആശീർവദിക്കണ്ട, സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് ആശീർവദിക്കുക, അങ്ങനെ ഒരു കാര്യം കൂടി അതിനുള്ളിൽ പറഞ്ഞിരുന്നു എങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് സാധാരണ എല്ലാ ആളുകളും ഈ പാപത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും അച്ഛന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അവരെല്ലാം വിശുദ്ധരല്ലല്ലോ, പാപത്തിന്റെ അടിമകളാണല്ലോ. ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഒരു വ്യക്തി, ഈ രണ്ട് വ്യക്തികളും ഇൻഡിവിജ്വൽ ആയിട്ട് കുമ്പസാരിച്ചാൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടുമോ ഇല്ലയോ? അവർ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവം അവരോട് കരുണ കാണിക്കുമോ? ദൈവം കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ അവരോട് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അവർ രണ്ടുപേരും കാരണം വിവാഹത്തിന്റെ ഒരു വിദൂര സാധ്യത എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡോക്യുമെന്ററി പറയുന്നുണ്ട്, വിവാഹത്തിന്റെ വിദൂര സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ബ്ലെസ്സിങ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ അവസരത്തിലാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു കപ്പിളിനെ ഒരു വിവാഹത്തിന്റെ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ബ്ലെസ്സിങ് കൊടുക്കാൻ തുടങ്ങിയേക്കുന്നത്. അല്ല, അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവരെ വിവേചിച്ചറിയാനുള്ള വിവേകം വൈദികൻ ഉണ്ടാവണം തീർച്ചയായിട്ടും. അതാണല്ലോ മാർപ്പാപ്പ പറയുന്ന ആ ഡോക്യുമെന്റ് അടിസ്ഥാനം. ഇതിനെ LGBTQ+ ഗ്രൂപ്പുകൾ ഇതിനെ പ്രപ്പകണ്ടയാക്കാനോ അല്ലെങ്കിൽ സ്വവർഗ വിവാഹം സഭ അംഗീകരിച്ച ഒരു ഇതാണെന്ന് ധ്വനി വരുത്തത്തക്ക വിധത്തിലോ സമൂഹത്തിൽ പ്രചരണം നടത്തുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം വൈദികന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്ന് സഭ നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ? പക്ഷെ ശരിക്കും അതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടതല്ലായിരുന്നു. അപ്പോൾ പോലും ഇപ്പം അങ്ങനെ ഒരു സാധ്യതയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ ഒരു ക്ലാരിറ്റി അതിന് കൊടുക്കേണ്ടതല്ലായിരുന്നു. അപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തെ വ്യക്തത കുറവ് സ്വീകരിക്കുന്ന വ്യക്തിയിലേക്കാൾ ഉപരി കൊടുക്കുന്ന വൈദികന് വ്യക്തത ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്തത്, കാണുന്ന സമൂഹത്തിന് ഇതെന്താണെന്ന് തിരിച്ചറിയണം. സമൂഹത്തിന്റെ ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവിന്റെ കുറവ് മൂലം ഈ വ്യക്തികൾക്ക് ലഭ്യമാകേണ്ട ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്ങിലൂടെ ലഭ്യമാകേണ്ട ഒരു വിടുതൽ അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്ങിലൂടെ ദൈവം ലഭ്യമാകേണ്ട ഒരു അനുഗ്രഹം നിഷേധിക്കപ്പെടാൻ പാടില്ലല്ലോ. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത് ന്യായമായിട്ടും സമീപിക്കുന്ന ഒരു കപ്പിൾസിനെ സ്വാഭാവികമായിട്ട് നമ്മൾ നീക്കി നിർത്തി ഇതിന് കഴിയില്ല, നിന്നെ ബ്ലെസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സഭയുടെ ഈ പറയുന്ന ഒരു ഇൻഫിനിറ്റ് ലവ് അല്ലെങ്കിൽ ആ ഗോഡ്സ് ഇൻഫിനിറ്റ് ലവിന്റെ ആ ഒരു സാക്രമെന്റ് ആണ് സഭ എന്ന് പറയുന്നത് എവിടെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിയും? ഈ നാലാമത്തെ പ്രത്യേകിച്ച് ടൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും? അപ്പോ ഡോക്ടർ, അതിൻ്റെ ഉള്ള ഒരു സംശയമുള്ള, ഇപ്പൊ ഇതേ റിസൾട്ട് തന്നെ ഒറ്റയ്ക്ക് കൊടുത്താലും ഉണ്ടാവില്ല, ഇത് കപ്പിളായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നില്ലേ? തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് കൊടുത്തത് കൊണ്ട് ആ ബ്ലെസ്സിങ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ട് വ്യക്തികൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാമായിരുന്നില്ലേ? അതിനകത്ത് ഇപ്പൊ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നു, വ്യഭിചാരം ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നു, രണ്ടുപേരെയും ഒരേ സമയത്ത് വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രണ്ടുപേരെ ഒരുമിച്ച് വീണ്ടെടുക്കുന്നത്? ഈ ബ്ലെസ്സിങ്ങിലൂടെ സംഭവിക്കുന്ന ഒരു വലിയ തലം നമ്മൾ അവിടെ മറന്നു പോകുന്നുണ്ട്. ഈ ഒരു വ്യക്തി രക്ഷപ്പെടുകയും മറു വ്യക്തി രക്ഷപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് സംഭവിച്ചേക്കാം. രണ്ടുപേരും കൂടെ വരുമ്പോൾ നമുക്ക് അതിനെ കാണാവുന്ന മറ്റൊരു തലം, ഈ രണ്ടുപേരെയും ബ്ലെസ് ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ്ങിലൂടെ ഒരുപക്ഷെ ഒരു ഹീലിംഗിലേക്ക് അവർ കടന്നിട്ട് ആ രണ്ട് ആത്മാക്കളെയും ദൈവസന്നിധി നേടിയെടുക്കുവാൻ കഴിയുന്ന വിധത്തിലേക്ക് സഭ ഔദാര്യവതിയാകുന്നില്ലേ എന്നുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെ ഡോക്ടർ, എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പൊ ഒരാളെ ഒഴിവാക്കി നിർത്തണം എന്നല്ല, ഇപ്പൊ രണ്ടുപേർ ഒരുമിച്ച് വരുന്നു, അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് ബ്ലെസ്സിങ് കൊടുത്തിട്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും കൊടുക്കണം. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് കപ്പിൾസ് വരുന്നത്, അപ്പോൾ ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു, ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇവരെ രണ്ടുപേരെ കപ്പിളായിട്ട് ഒരുമിച്ച് നിർത്തുമ്പോൾ അപ്പം ഈ വിവാഹത്തിന്റെ യാതൊരു സൂചനകളും അതിനുള്ളിൽ വരുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ? ഞാനൊരു തിരിച്ചൊരു കാര്യം ചോദിക്കാം. സർവാശ്ലേഷിയായ സഭയാണ് നമ്മുടെ സഭ. എല്ലാത്തിനെയും ആയിരുന്നു. അതാണ് ഈശോ പറഞ്ഞത്, എല്ലാത്തരം മത്സ്യങ്ങളും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വല, അതിനുള്ള സഭ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ നല്ലതും ചീത്തയും ഒന്നുമില്ല. ചീത്തയെടുത്ത് പുറത്തേക്ക് കളയുക, നല്ലതിനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് യുഗാന്ത്യത്തിൽ നടക്കേണ്ടതാണ്. എറിഞ്ഞു കളയാൻ പറയുന്നില്ല, മറിച്ച് യുഗാന്ത്യത്തിലുള്ള സംഭവമാണത്. നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുക? നല്ലതിനെയും ചീത്തയും ശേഖരിക്കുക. ആ തരത്തിൽ എല്ലാത്തരം മത്സ്യങ്ങളും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയായി സഭയ്ക്ക് എങ്ങനെയാണ് അതിനെ മാറ്റി നിർത്താനായിട്ട് കഴിയുക? നിങ്ങൾ രണ്ടുപേർ ഒന്നിച്ചു വന്നാലും നടക്കില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമാകുക? സഭയുടെ ആ സർവാശ്ലേഷിയായ സ്വഭാവത്തോട് എങ്ങനെ ഐക്യപ്പെടാൻ കഴിയും?
ഓക്കെ, വളരെ വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് നമുക്കൊരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഭയിലെ വിശ്വാസികൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഇതിന്റെ പേരിൽ ഉണ്ടാകരുത് എന്ന് വെച്ചാൽ എല്ലാ മത്സ്യങ്ങളെയും നമ്മൾ ശേഖരിക്കപ്പെടുന്നു, പക്ഷെ നമ്മൾ ശേഖരിച്ച നമ്മുടെ സ്വന്തം മത്സ്യങ്ങൾ പുറത്തു പോകാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടാവണം എന്നുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഫാദർ അരുൺ കലമറ്റത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അച്ഛന് ബെനഡിക്റ്റ് പാപ്പായുമായിട്ട് വളരെ അടുപ്പമുണ്ട്, ശിഷ്യനായിരുന്നു. ബെനഡിക്റ്റ് പാപ്പായ്ക്ക് ഈ സ്വവർഗ വിവാഹവും ഇതിനെ ബ്ലെസ്സിങ് അങ്ങനെ ആ ഒരു തലത്തിലുള്ള പാപ്പായുടെ ഒരു പ്രബോധനം എങ്ങനെയായിരുന്നു? അതിന്റെ ഉപദേശങ്ങൾ എങ്ങനെയായിരുന്നു? സ്വാഭാവികമായും പാപ്പായുടെ കാലത്ത് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു വശം കൂടി ഉണ്ടല്ലോ. അതായത് സ്വാഭാവികമായും ഇതൊരു ഒരു പാസ്റ്ററൽ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ സാറ് പറഞ്ഞതിനോടൊരു വാക്ക് കൂട്ടിച്ചേർത്തിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഇത് 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 എന്താ പറയാ, ദൈവശാസ്ത്രപരമായോ ലിറ്റർജിക്കലായിട്ടോ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഉണ്ടാകാവുന്ന കൺഫ്യൂഷനുകളെ, ആശങ്കകളെ ഒരു പരിധിവരെ സ്കാൻഡൽ എന്ന് പറയുന്ന കാര്യത്തെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാനുള്ള മുന്നൊരുക്കത്തിന്റെ ഒരഭാവമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് പോലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു ഇടവക ഒരു ഹോളി ഫാമിലിയുടെ തിരുനാൾ നടക്കുകയാണ്. അപ്പൊ അവിടെയുള്ള കുടുംബങ്ങളൊക്കെ ആശീർവാദം മേടിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ നെറ്റിയെ കുരിശ് വരയ്ക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അങ്ങനത്തെ 2 കപ്പിളും കൂടി വരുന്നത് കാണുന്ന കാറ്റിസം കുട്ടികൾ. അവർ നോക്കുമ്പോൾ, ഓ, ഇങ്ങനെയും ഒരു കുടുംബജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുകയല്ലേ. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ ആ സമയത്ത് അച്ഛൻ അവരോട് അച്ഛൻ്റെ പാസ്റ്റർ പോർട്ടൻസ് വെച്ച് നിങ്ങൾക്കുള്ള ആശീർവാദം അല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. മാറ്റി നിർത്തുമ്പോൾ അവർ പറയും, ഇല്ല, പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഡോക്യുമെന്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള സാധ്യത. ഇങ്ങനെ തുടങ്ങുന്ന പ്രായോഗിക പ്രശ്നങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഒരുപക്ഷെ അച്ഛന് നേരത്തെ ആണെങ്കിൽ അത് ഒരുക്കാനും അവരെ അറിയിക്കാനും ഒക്കെ പറ്റും. ചിലപ്പോൾ അച്ഛൻ്റെ ഇടവയിൽ അങ്ങനെ ജീവിക്കുന്ന 2 പേരുണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് കണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ ഗ്രൂപ്പുകളിലും സ്ഥലങ്ങളിലും ഒക്കെയാണ് ഇതിന്റെ പ്രതിസന്ധി ഉണ്ടാകുക. ശരിക്കും ഇത് അജപാലകർ ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അത് മീഡിയകളിലൂടെയും മറ്റു മേഖലകളിലൂടെയും ഒക്കെ ഇത് കൃത്യതയോടുകൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു വലിയൊരു ചലഞ്ച് വരുന്നത്. ഇനി ഈ ഒരു ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ മുൻപും ഉണ്ടായിരുന്നു. അപ്പൊ ആ ചലഞ്ചിനെ തിരുസഭ കണ്ടിരുന്നത് മറ്റൊരു വിധത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലൊക്കെ പീറ്റർ സിവാർഡ് പോലെ ആളുകൾ പല ഇന്റർവ്യൂകളിലും പാപ്പയോട് ചോദിച്ചിട്ടുണ്ട് ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. അപ്പോൾ പാപ്പ പറഞ്ഞിരുന്ന ആൻസറുകൾ എപ്പോഴും വിവാഹം, കുടുംബം, ലൈംഗികത, ഈ 3 കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് പകരം ഇവരെ എന്ത് ചെയ്യണമെന്ന് പോലും അല്ല. കാരണം അതിന്റെ ശരിയായ വശം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പുരുഷന്മാർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരാൾക്ക് 2-3 പേരെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വിവാഹം എന്ന് പറയുന്നത് സ്റ്റേബിൾ റിലേഷൻ ആണ്. അതൊരു പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമുള്ള ബന്ധമാണ്. അവിടെ മാത്രമേ അത് വിവാഹമാവുകയുള്ളൂ. ഇനി രണ്ടാമത്, വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്നത് 2 പേര് തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പരിപാടിയല്ല. പകരം അത് കുഞ്ഞുങ്ങളെയും കൂടെ ജന്മം കൊടുത്ത് അവരെ ഒരുമിച്ച് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ദൈവിക സംവിധാനമാണ് കുടുംബം. ലൈംഗികതയുടെ ഉദ്ദേശം ഇത് രണ്ടും പൂർത്തീകരിക്കുക. പരസ്പര സ്നേഹം പങ്കുവെക്കലും, ദാമ്പത്യത്തിലെ സ്നേഹം പങ്കുവെക്കലും കുഞ്ഞുങ്ങളുടെ ജന്മം കൊടുക്കലുമാണ് ലൈംഗികതയുടെ ഉദ്ദേശം. അല്ലാതെ വെറുതെ ഒരു ലൈംഗിക അനുഭവമല്ല. അനുഭവം എന്ന് പോലും അതിനെ വിളിക്കാൻ പറ്റില്ല. ഒരു ഹോമോസെക്ഷുവാലിറ്റിക്കകത്ത് പരമാവധി ചെയ്യാവുന്നത് എന്താണ്? ഒരാൾ മറ്റൊരാളുടെ ലൈംഗിക തൃഷ്ണതയെ ഉണർത്തുന്നു എന്ന് മാത്രമാണ്. ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സ് പോലും ഇല്ല. അങ്ങനെ അതിന് പോലും സാധ്യമാകുന്ന വിധത്തിലല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ എപ്പോഴും ബെനഡിക്റ്റ് പാപ്പായുടെ കാഴ്ചപ്പാടുകളിൽ എപ്പോഴും ആ സൃഷ്ടിയുടെ യുണീക്നെസ്സിനെ ആദരിക്കാനും ദൈവിക സംവിധാനമായിരിക്കുന്ന വിവാഹത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയാനും ലൈംഗികതയുടെ പരിശുദ്ധി, അതിന്റെ ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞ വിഷയത്തെ വിട്ട് അതിന്റെ റെഗുലാരിറ്റി എന്താണ്, റെഗുലർലി പ്രോപ്പർലി എന്താണ് ലൈംഗികത എന്ന് പറയാനും, എന്നാൽ അതേസമയം തന്നെ ഇത്തരം സാഹചര്യങ്ങളിലുള്ളവരെ അവർക്ക് ആവശ്യമുള്ള കെയർ, അത് മെഡിക്കലാണ് ഒന്നാമത്. രണ്ടാമത് അതിനകത്ത് തന്നെ ഉൾപ്പെടുന്ന കൗൺസിലിംഗ് ലെവലിലുള്ള ശാരീരികവും മാനസികവുമായ ട്രീറ്റ്മെന്റ്, ഹെൽപ്പാണ്. മൂന്നാമത്തേത് അവർക്ക് കൊടുക്കേണ്ട അജപാലനപരമായ കരുതലും സ്നേഹവും അവരെ അത്തരം പ്രവൃത്തികളിലേക്ക് പോകാതെ തിരിച്ചു കൊണ്ടുവരലുമാണ് എന്നതാണ് ബെനഡിക്റ്റ് പാപ്പയുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ സ്വർഗ അനുരാഗവും അത്തരം പ്രവൃത്തികളും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എല്ലാ കാലത്തും സഭ നിലനിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് തോന്നുവാണ് എനിക്ക് എൻ്റെ സെയിം സെക്സിനോട് ആകർഷണം തോന്നുന്നു. അയാൾക്ക് അങ്ങനെ തോന്നുന്ന ഒരാൾക്ക്, അഥവാ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് അതിൽ തന്നെ പാപമല്ല.
അത് പാപമല്ല. എന്നാൽ ആ ആൾ അതിന് ചേർന്ന ഏതെങ്കിലും പ്രവർത്തികളിലേക്ക് പോകുന്നെങ്കിൽ, ഒരാളെ കൂടെ താമസിപ്പിക്കുന്നു, അല്ലെ അത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തന്നിൽ തന്നെ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു ബോധപൂർവം, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് പാപമാണ്. അപ്പം ഒരു സ്വവർഗ ആഭിമുഖ്യത്തോടു കൂടെ ഒരാൾ ആയിരിക്കുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നത് അതൊരു പാപമല്ല. പക്ഷെ അതിന്റെ ഒരു പ്രവൃത്തികൾ പോലും ഉണ്ടാകാതെ നോക്കാനുള്ള കടമ ഒരു ബ്രഹ്മചാരിക്ക് തന്റെ ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കാനുള്ള കടമ പോലെ തന്നെ ഒരു ഉത്തരവാദിത്വം അങ്ങനെയുള്ള ആളുകൾക്ക് അത്തരം തിന്മയിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള കടമയുണ്ട് എന്നാണ് ബെനഡിക്ട് പാപ്പ ചോദിച്ച സമയങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ വെച്ചാ ബെനഡിക്ട് പാപ്പ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവരോട് എങ്ങനെ നമ്മൾ ഒരു ഇടപെടൽ നടത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വ്യക്തികളോട്, അങ്ങനത്തെ വ്യക്തികളോട് നമ്മൾ മാനുഷികമായ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും കാണിക്കണമെന്നുള്ള നിലപാട് ബെനഡിക്ട് പാപ്പയും ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിനെ പാപ്പ അഡ്രസ് ചെയ്തിരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. ചോദ്യം അവരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ ഇരിക്കണം എന്നാണ് പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് പറയും. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതല്ല ശരിക്കുള്ള ജീവിതം, ഇങ്ങനത്തെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതല്ല ശരിക്കുള്ള ജീവിതം എന്നതാണ്. അതായത് ട്രൂ ഡോക്ട്രിൻ എന്താണ് എന്ന് റിപ്പീറ്റ് ചെയ്യാനാണ് പാപ്പ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ട്രൂ ഡോക്ട്രിൻ എന്താണ്, ആ ഡോക്ട്രിനിൽ നിന്നാണ് തീരുമാനം എടുക്കേണ്ടത്. കാരണം ഈ ഒരു കാര്യത്തെ പഠിപ്പിക്കാനുള്ള കടമ നമുക്ക് ശക്തമായിട്ടുണ്ട്. അതായത് ഈ സ്വവർഗ വിവാഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ബന്ധങ്ങൾ അത് അനുചിതമാണെന്നും പാപകരമാണെന്നും നിരന്തരം പഠിപ്പിക്കാനുള്ള കടമ നമുക്കുണ്ട്. ഈ പഠിപ്പിക്കലിന്റെ ഒരു പാർട്ടാണ് എതിർ സൂചനകൾ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എതിർ സൂചനകൾ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതും പഠിപ്പിക്കലിന്റെ പാർട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ സോളം ഒരാളുടെ സൂയിസൈഡ്, അത് സൂയിസൈഡ് ആണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാമെന്ന് കരുതുക. അങ്ങനെ ഒരു സമയത്ത് സോളം ഫ്യൂണറൽ കൊടുക്കരുത് എന്ന് സഭ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഓർത്ത് നോക്കുക. അത് പലപ്പോഴും നമുക്കറിയാം, ചിലപ്പോഴൊക്കെ സൂയിസൈഡ് അല്ല, പകരം ചില എന്താ പറയുക, ഇപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറഞ്ഞ പ്രഷർ കൊണ്ടൊക്കെയാണ് എന്ന് കരുതുന്നതുകൊണ്ടൊക്കെ കുറച്ച് അയവൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് കൊടുക്കരുതെന്ന് പറയുന്നത്? കാരണം ഒരാൾ പോലും ആ ആൾ സ്വന്തം ജീവനെ വലിച്ചെറിഞ്ഞു, സഭ ഔദ്യോഗികമായിട്ട് അവരെ പ്രാർത്ഥിച്ച് കൊണ്ടുപോയി അതും അടക്കിയ സെമിത്തേരിലാണ്. ആ സെമിത്തേരി സ്വർഗത്തിലേക്ക് കാത്തിരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ എന്നാ വന്നാലും എൻ്റെ ഈശോ എന്നെ മനസ്സിലായിക്കോളൂ, എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒരാൾ ആത്മഹത്യ ചെയ്ത് അയാൾ ഭയപ്പെടണം എന്നതാണ് തിരുസഭയുടെ ഉദ്ദേശം. അതിനെയാണ് ഈ സ്കാൻഡൽ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അതായത് പാപത്തിലേക്കുള്ള സാധ്യത പോലും അല്പം ഭയത്തോടും വിറയലോടും കൂടെ ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിൽ അത് ചെയ്യുന്നവരെ ഓർമ്മിപ്പിക്കുക. ചെയ്യുന്നവരെ മാത്രമല്ല, അത് ചെയ്യാൻ സാധ്യതയുള്ളവരെയും തലമുറകളെയും ഓർപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. മറ്റൊരു കാര്യങ്ങള് ഈ ഡോക്യുമെന്റിലും ഇതേ ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ശരിക്കും? അത് ഈ ഡോക്യുമെന്റിനെ വ്യാഖ്യാനിക്കാൻ, കാരണം ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുവാണല്ലോ, കിട്ടുന്ന ആർക്കും വ്യാഖ്യാനിക്കാം, ആർക്കും വായിക്കാം. എനിക്കും നിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും സഭാവിരുദ്ധർക്കും അത് വായിക്കാം, ഏത് മീഡിയയ്ക്കും അത് വായിക്കാം, വായിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം. വായനയും വ്യാഖ്യാനവും ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള പോംവഴി. അത് പരമാവധി കൊടുക്കാൻ ഈ ഡോക്യുമെന്റ് ഡിക്ലറേഷൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വ്യക്തമായി തീർത്ത് തന്നെ പറയുന്നുണ്ട്, ഇത് കപ്പിൾസിന് അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും ഉള്ളതല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാധ്യത പലപ്പോഴും നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഏത് നന്മയ്ക്കും തിന്മയായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സ്വാഭാവിക സാധ്യത നിലനിൽക്കുന്നതിന്റെ ഭാഗമാണിത് എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ എന്നാലും അതൊരു അത്ര ഈസി അല്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഒരിക്കലും സഭയുടെ നിലപാടിനെ എതിർക്കുന്നതൊന്നും അല്ല കേട്ടോ, അങ്ങനെയല്ല അത്. പക്ഷെ ഈ അപകട സാധ്യതയെ കുറിച്ച് നമ്മൾ അവെയർ ആകണമെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഉൾപ്പെടെ. ഓരോ സമയത്തും പള്ളിയിൽ പോലും ഞങ്ങൾ ഇതിനെ വിശദീകരിക്കണം. ഇങ്ങനൊരു കാര്യം പാപ്പ സാറ് പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയണം. ഇങ്ങനെ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന് ഒരു 50 പ്രാവശ്യം പറഞ്ഞിട്ടേ ഒരാൾക്ക് ഒരു ആശീർവാദം കൊടുക്കാവൂ എന്നുള്ളതാണ് ഈ ഡോക്യുമെന്റ് തന്നെ ഉദ്ദേശിക്കുന്ന ആ പാസ്റ്ററൽ ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. ഫാദർ, ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഒരു ലോബിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ജർമ്മൻ സഭയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായിട്ട് അവർ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ഒരു ലോബിയിങ്ങിന്റെ സാധ്യത എന്ന് വെച്ചാൽ വത്തിക്കാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയാ അതിനെക്കുറിച്ച് നമുക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള നമുക്ക് അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസസ് ഒന്നും ഇല്ലാതിരിക്കെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വത്തിക്കാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സംവിധാനവുമല്ല എന്നും കൂടെ നമ്മൾ അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ കുറച്ച് പേര് കൂടി ചേർന്ന് ഡോക്ടർ ഇങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല എന്നുള്ള സത്യമാണ്. പിന്നെ എന്താണ് സംഭവിക്കാവുന്നത്?
ഈ ആനുകാലികമായ തോട്ടുകൾ എപ്പോഴും ഒരു കാലഘട്ടത്തിന്റെ ഫിലോസഫീസ് അത് പഠിച്ചിറങ്ങുന്നവരെയൊക്കെ ആന്തരികമായി സ്വാധീനിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ വൈദികനായ ഒരാൾ, ഒരു കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വൈദികനായ ഒരാൾ, അവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ഡോക്ട്രൈനലി അത് ഈക്വൽ ആണെങ്കിലും അവരുടെ ചുറ്റും കണ്ടുമുട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവരെ പല വിധത്തിൽ സ്വാധീനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് യൂറോപ്പിൽ ചെല്ലുന്ന ഒരു വൈദികൻ ഉണ്ടാകുന്ന കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്നത്. അതെന്താണ്? രണ്ടും നമുക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചാലും തീരില്ല അത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള ആളുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് ലോബിയിങ് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിന്റെ സ്വാധീനം ഉണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ട്, വലിയ ഗ്രൂപ്പുകളുണ്ട്. അത് തിരുസഭയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അവർ ശക്തമായി തന്നെ ഇതിനെ വിവാഹമായി ആശീർവദിക്കാൻ അനുവദിക്കണമെന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. എല്ലാ തരത്തിലും ഉണ്ട്. കാരണം ആ വാർത്തകൾ വന്നത് തന്നെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും, അവർ അത്രത്തോളം അത് ആഗ്രഹിക്കുന്നു, സഭ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ സ്വാധീനിക്കപ്പെട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മിസറിക്കോർദിയ, കാരുണ്യം എന്ന് പറയുന്ന ഒരു വലിയ സുഹൃതത്തിന്റെ എക്സ്റ്റൻസ്, കരങ്ങൾ എന്തുമാത്രം നീട്ടാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ലിബറലായ, അല്പം ഇങ്ങനെ കുറച്ച് കൂടുതൽ ദീർഘിച്ച കരങ്ങളോട് കൂടിയുള്ള ഒരു ആലോചനയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഫാദർ, ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇതൊരു ആത്മരക്ഷയ്ക്കുള്ള ഒരു ഉപകരണമാകോ അതോ ആത്മനാശത്തിനുള്ള ഒരു കാരണമാകോ എന്നുള്ളൊരു? ഇത് കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും എങ്ങനെ. കാരണം ചിലപ്പോഴൊക്കെ ഇതെങ്ങനെയാണെന്നറിയോ, ഞാൻ തന്നെയും പുറത്ത് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ വന്ന് അത് അവകാശമായി ആവശ്യപ്പെടും. ഇപ്പൊ തന്നെ ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള ആളുകൾ, എനിക്കിത് സ്വീകരിക്കണം, എനിക്ക് സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ എനിക്ക് കുഴപ്പം എന്ന് പറഞ്ഞ് അവർ വാദിക്കാൻ വരും, വഴക്കുണ്ടാക്കാൻ തന്നെ വരും. അപ്പൊ അവരെ അങ്ങനെ വഴക്കുണ്ടാക്കി അത് മേടിച്ചാൽ അവർക്ക് കിട്ടുമെന്ന് അവർ കരുതുകയാണ്. പക്ഷേ ഇതൊക്കെ പ്രബോധനത്തിന്റെ കുറവാണ്. ഒരാശീർവാദം ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും മാനസാന്തരത്തിലൂടെ അത് പൂർത്തിയാകുകയും ചെയ്താൽ നിന്നിലത് ഫലമുണ്ടാക്കുകയുള്ളൂ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒരച്ഛൻ ആശീർവദിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും ഞാൻ ആശീർവദിച്ചുകൊണ്ടാകുന്നില്ലല്ലോ, നീ അത് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെടണ്ടേ, അതിനൊരുങ്ങണ്ടേ, ഇത് നിർത്തണ്ടേ എന്നൊക്കെ മുഖത്ത് നോക്കി പറയണം. പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ്. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, മറ്റൊരു കാര്യം, നമുക്ക് ഇത് ഒരുപാട് വിവാദങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾക്ക് ഇത് വഴിവെക്കുന്നുണ്ട്. ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഈ കാര്യത്തിൽ ഏത് രീതിയിൽ ഇതിന്റെ ഒരു ഫ്യൂച്ചർ, ഈ ചർച്ചകളുടെ എല്ലാം ഒരു ഫ്യൂച്ചർ ഏത് രീതിയിൽ സ്വാധീനിക്കാനാണ്, സഭയെ സ്വാധീനിക്കാൻ, അത് സമൂഹത്തെ സ്വാധീനിക്കാൻ, രാഷ്ട്രങ്ങളുടെ ഡിസിഷനുകളെ സ്വാധീനിക്കാൻ എന്ന് വെച്ചാൽ ഇതിനോട് റിലേറ്റ് ചെയ്ത്, ഹോമോസെക്സ്വാലിറ്റി റിലേറ്റ് ചെയ്ത് എത്രത്തോളമുള്ള സാധ്യതയാണ് ഇതിന് കാണുന്നത്? കുടുംബങ്ങളെ സ്വാധീനിക്കാൻ അങ്ങനെ എത്രത്തോളം സാധ്യതയാണ് നമ്മൾ കാണുന്നത്? നമ്മള് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സോദോം ഗൊമോറയിൽ നിന്ന് സ്വർഗ വിവാഹത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ബൈബിളിലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കുന്ന ഒരുപാട് സംഭവങ്ങള് സ്വർഗ വിവാഹ അല്ലെങ്കിൽ സ്വർഗ രതിയെ കുറിച്ചുണ്ട്. അതിൽ നിന്ന് സ്വർഗ വിവാഹത്തിൽ നിന്ന് എത്തി നിൽക്കുകയാണ്. സഭ എപ്പോഴും ലോകത്തിന്റെ മനസാക്ഷിയായിട്ട് നിലകൊള്ളുകയാണ്. ഒരു ചെറിയ പട്ടണത്തിന്റെ മാത്രം വലിപ്പമുള്ള വത്തിക്കാന്റെ ഭരണാധികാരി പറയുന്ന ലോകത്തിലെ എല്ലാ രാഷ്ട്രീയങ്ങളും എപ്പോഴും വളരെ പ്രത്യാശയോടെ കാതോർക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം ആ ചെറിയ പട്ടണത്തിന്റെ പരമാധികാരി ആയതുകൊണ്ടല്ല, മറിച്ച് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ നേതൃത്വത്തിന്റെ ആ മൂർത്ത ഭാവമായതുകൊണ്ടാണ് മാർപ്പാപ്പ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ മാർപ്പാപ്പ ഇറക്കുന്ന ഇത്തരത്തിലുള്ള മാർപ്പാപ്പയിലൂടെയോ അല്ലെ ഔദ്യോഗികമായ സഭാ നേതൃത്വത്തിൽ നിന്നോ ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് ഈ ചർച്ചകളൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഡോക്യുമെന്റുകൾ വൈദ്യശാസ്ത്രം അടക്കം എടുക്കുന്നുണ്ട്, അതൊന്നും ഇത്രയും ചർച്ചയാവുന്നില്ല. അപ്പൊ തിന്മയെ തിന്മയാണെന്നും നന്മയെ നന്മയാണെന്നും, ഇത് നന്മയാണ് ഇത് തിന്മയാണ് എന്ന് കൃത്യമായിട്ട് വിവേചിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ലോക മനസ്സാക്ഷിയായ സഭ എല്ലാ കാലത്തും നിലകൊള്ളണം. അതിന് പരിക്കുകൾ ഏൽക്കേണ്ടി വരും, അതിന് കല്ലേറുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ തിന്മയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്റെ ഒരു കാഴ്ചപ്പാടാണ്, തിന്മയ്ക്ക് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് സഭയ്ക്ക് സാധിക്കുന്ന കാര്യം. അച്ഛനിവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇതിനകത്തുണ്ടാകുന്ന പ്രീസ്റ്റ്ഹുഡിന്റെ അല്ലെങ്കിൽ വൈദികന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്.
വൈദികർ ബ്ലെസ് ചെയ്യാൻ പോകുന്നവർ വളരെ വിജിലന്റ് ആയിരിക്കണം. അവരതിനെക്കുറിച്ച് വ്യക്തതയുള്ളവരായിരിക്കണം. അവർ തീർച്ചയായിട്ടും അതിൽ സ്ട്രെയിൻ അനുഭവിക്കുന്നവരായിരിക്കണം. ഈ ആത്മാക്കളുടെ കസ്റ്റോഡിയനാണ് വൈദികര്. അപ്പൊ സ്വാഭാവികമായിട്ട് ആത്മാവിനെ നേടാനുള്ള ഒരു നൊമ്പരം ഉണ്ടാവണം. അതൊരു ഈസി വേ അല്ല. പാപ്പയുടെ ഡോക്യുമെന്റേഷൻ അത് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പ്രവൃത്തി പദത്തിൽ എത്തിക്കേണ്ടത് ഈ പറയുന്ന ഓൾ അതർ ടൈപ്സ് ഓഫ് ബ്ലെസ്സിങ്സിന് ഉള്ള ആ ഒരു പ്രാധാന്യം വൈദികര് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ലിറ്റർജിക്കൽ ബ്ലെസ്സിങ്സ് അവിടെ ഉണ്ട്, കൂദാശ അനുകരണങ്ങളും. നമ്മൾ അതിനെ ഇതുമായി മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. മറ്റുള്ള നോൺ ലിറ്റർജിക്കൽ ബ്ലെസ്സിങ്സില് ഇപ്പൊ നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഹൈന്ദവ സഹോദരൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു മറ്റു ഇതര മതത്തിലുള്ള സഹോദരൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളിലൂടെയോ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള അപ്പിയറൻസിലൂടെയോ അദ്ദേഹമാണെന്ന് നമുക്കറിയാം. അദ്ദേഹം മാമോദിസ സ്വീകരിച്ച വ്യക്തിയല്ല. പക്ഷെ അദ്ദേഹം ഒരു വൈദികന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. വൈദികൻ പ്രാർത്ഥിച്ചു വിടും. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആളുകൾ വരാറുണ്ട്, നമ്മുടെ പള്ളികളിലൊക്കെ വരാറുണ്ടല്ലോ, മറ്റു ഇതര സമൂഹത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുകൾ വരാറുണ്ടല്ലോ, പ്രാർത്ഥിച്ചു വിടും. അവരുടെ എല്ലാം ഹിസ്റ്ററി നോക്കിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, അതെങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. മറിച്ച് അവർ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരുണ ഈ വൈദികനിലൂടെ ദൈവത്തിന്റെ കാരുണ്യം ഇവരിലേക്ക് ഒഴുകിയിറങ്ങും എന്ന വിശ്വാസത്തോടെ വരുമ്പോൾ അവരെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ആ നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള പ്രവണതയാണ് അവിടെ നമ്മൾ ബ്ലെസ്സിങ്സിൽ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിരീശ്വരവാദികളുടെ സ്വർഗഭോഗികളില്ല, അല്ലെങ്കിൽ സ്വർഗാനുരായികളില്ല, അല്ലെങ്കിൽ സ്വർഗവാദികളില്ല. അവരും വന്നിരിക്കാം. പല ടൈപ്പുള്ള ആളുകൾ വരും. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഓൾറെഡി ഇത്തരത്തിലൊരു സംഭവത്തെ ബ്ലെസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ലോകക്രമങ്ങളിലെല്ലാം തന്നെ ഈ തിന്മയെ ഒരു പരിധി വരെ നന്മയാക്കി മാറ്റി ചിത്രീകരിക്കുന്ന ലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സഭയുടെ ഔദ്യോഗിക പഠനം ഈ തരത്തിൽ വരുന്നത്. ഇത് ഒരിക്കലും ഒരു വിവാഹമല്ല, സ്വർഗ വിവാഹം എന്നൊരു കാഴ്ചപ്പാടും ആശീർവാദമോ ഇല്ല. മറിച്ച് അങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കാൻ സഭയ്ക്ക് ദൈവത്തിന്റെ കാരുണ്യം ഒഴുകി കൊടുക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ ബ്ലെസ്സിങ്സിനെ കാണണം എന്ന് പറയുന്നതിന് തെറ്റ് പറയാൻ കഴിയില്ല. പച്ചൻ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത്, സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും പണ്ട് നമ്മൾ സിനിത്തേരിയിൽ അടക്കുന്നതിനൊക്കെ മടി കാണിച്ചിരുന്നു. പക്ഷെ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആർക്കാ പറയാൻ കഴിയും? അയാൾ ഒരു മാനസിക രോഗിയായിട്ട് പെട്ടെന്ന് ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ അടിമപ്പെട്ട് മരിച്ചതായിക്കൂടെ? അവിടെ അദ്ദേഹത്തോട് ദൈവം കരുണ കാണിച്ചിരിക്കും. നമുക്ക് കരുണ കാണിക്കാൻ പറ്റുമോ? സഭയ്ക്ക് കരുണ കാണിക്കാൻ പറ്റും? പുറത്തിറക്കണമെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ പുനർവചനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഭയിൽ. ആ തരത്തില് അടിസ്ഥാനം കാരുണ്യമാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിനെ അതിജീവിക്കുവാൻ ഒരു വ്യക്തിക്കും സഭയ്ക്കും സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരുണ്യം ഒഴുക്കി കൊടുക്കുക മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. ഈ ബ്ലസ് ചെയ്യുന്ന വ്യക്തികൾ പോലും കുറവുകളുള്ളവരായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ, കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ ഈ കൺഫെഷനിൽ എല്ലാ പാപങ്ങളും മോഹിച്ച് ദൈവം അദ്ദേഹത്തെ കൃപ ഒഴുക്കുന്നത്? അപ്പൊ അത്തരത്തിലുള്ള ബ്ലെസ്സിങ്ങുകളിലൂടെ, പ്രത്യേകിച്ച് കൂദാശകൾ അടക്കമുള്ള ബ്ലെസ്സിങ്ങുകളിലൂടെ നമ്മുടെ ഒരു സമ്പൂർണമായ പ്രസാദ വരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ്ങുകളിലൂടെ ഇവരിലെ തിന്മയുടെ സ്വാധീനങ്ങൾ നീങ്ങിപ്പോകാനോ ഇവർക്കൊരു ഹീലിംഗ് കിട്ടാനുള്ള സാധ്യതകളെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ്. ഒരുപക്ഷെ നമ്മൾ നീക്കി നിർത്തിയാലും ദൈവം ആ വ്യക്തിയെ രക്ഷിച്ചിരിക്കും. യൂദാസ് പോലും ആ തരത്തിൽ സഭയിൽ നമ്മൾ ചിന്തിച്ചാൽ യൂദാസ് പോലും നരകത്തിലാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? സഭ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്ങിലൂടെ അവരിൽ ഒരു ആന്തരിക വ്യത്യാസം ഉണ്ടാക്കാനും സ്പിരിച്വലി അവരുടെ മാനസിക തലത്തെ ഒരു ദൈവികമായ തലത്തിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാടാണ് അതിനകത്ത്. എനിക്കതാണ് ഈ ഡോക്യുമെന്റ് വായിച്ചിട്ട് മനസ്സിലാവുന്നത്. അവർ പോലും ഇതൊരു കേവലം ഒരു ആശീർവാദമല്ല, ഒരു ബ്ലെസ്സിങ് അല്ല, മറിച്ച് ആ ആശീർവാദത്തിലൂടെ അവരിലേക്കുള്ള ദൈവ കരുണയാണ് നമ്മൾ കാണുന്നത്. അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. ആ കാരുണ്യം ഒരുപക്ഷെ അവരുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും പരിവർത്തനം ഉണ്ടായെന്നിരിക്കാം, അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. ഒരുപക്ഷെ ആ ഇമ്മീഡിയറ്റ് ആയിരിക്കണമെന്നില്ല, ഫ്യൂച്ചറിലായിരിക്കാം. ദൈവത്തിന്റെ സമയം കെയറോസപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളില് വിവേചനപൂർവ്വം കാര്യങ്ങൾ ചെയ്യുകയും അതേ സമയത്ത് ഒരു വ്യക്തിയെ പോലും നീക്കി നിർത്താത്ത വിധത്തിലുള്ള കാര്യങ്ങൾ സഭ ഉൾക്കൊള്ളുകയും ചെയ്യണം. ലോകം ഒരുപക്ഷെ അതിനെ പല വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കും. ലോകത്തിന് ഒരിക്കലും ഇതിന്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്ടിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരിപ്പോഴും എടുത്തു പറയുന്നത് സഭ ബ്ലസ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു, സഭ സ്വർഗ വിഭാഗം ബ്ലസ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവർ പറയുന്നത്. ഒരു സ്പിരിച്വൽ ആസ്പെക്ട് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
അത് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് സ്വർഗ വിവാഹം സഭ ആശീർവദിക്കുന്നില്ല എന്നുള്ളത് അടിവരയിട്ട് ഈ ഡോക്യുമെന്റിൽ തന്നെ ആവർത്തിച്ചിട്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പലവട്ടം ഒരു നുണ പറഞ്ഞിട്ട് അതിനെ സത്യമാക്കി മാറ്റാനുള്ള പരിശ്രമം ലോകത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ആവർത്തിച്ച് ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലാണ്ട് അതിനു വേണ്ടി ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഒരു ഭൗതിക തലത്തില് ലോകം കാണുന്ന ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ മുഴുവനും ഇവർ ഒരുമിച്ച് നിന്ന് ബ്ലെസ്സിങ് മേടിക്കുന്നതും, എന്ന് വെച്ചാൽ ഒരു വിവാഹത്തിന്റെ ശൈലിയിൽ ഒരുമിച്ച് നിന്ന് ബ്ലെസ്സിങ് മേടിക്കുന്നു, ഒരു വൈദികൻ ബ്ലെസ്സിങ് കൊടുക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഡോക്യുമെന്റിനെ അത് വെച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടല്ല വ്യാഖ്യാനിക്കുന്നത്, പലപ്പോഴും ഈ പുറത്തു വരുന്ന ചിത്രങ്ങൾ വെച്ചാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിപ്പോ സഭ സ്വർഗ വിവാഹത്തിന്റെ കേസ് അല്ല, അബോർഷന്റെ കേസ് എടുക്കുക, ഭ്രൂണഹത്യയുടെ കേസ് എടുക്കുക, വ്യഭിചാരത്തിന്റെ കേസ് എടുക്കുക. ലോകം അതിനെയൊക്കെ കാണുന്നത് എന്താണ്? ലോകം അതിനെ ഒരു വലിയ ഒരു പാപമായിട്ടൊന്നും കാണുന്നില്ല. അത് കുറ്റം പോലുമല്ല. സ്റ്റേറ്റിന്റെ നിയമം അനുസരിച്ച് അതൊരു തെറ്റുപോലും അല്ലാത്ത രാജ്യങ്ങളാണ് ഇഷ്ടം പോലെ ഉള്ളത്. അതാണ് ലോകത്തിന്റെ മനസാക്ഷി. അതുകൊണ്ട് അത് പാപകരമല്ല. ഒരു ജീവനെ നശിപ്പിക്കുന്നത്, ഒരു സ്വാഭാവികമായ ആവിർഭാവം മുതൽ സ്വാഭാവിക അന്ത്യം വരെ ആദരിക്കപ്പെടേണ്ട ജീവനെ നശിപ്പിക്കുന്നത് പാപമല്ല എന്ന് ലോകം പറഞ്ഞാൽ പാപമല്ലാതാവുമോ? അത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ തെറ്റലുണ്ടാവുമോ? അതുപോലെ തന്നെയല്ലേ നമ്മൾ വ്യഭിചാരത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെയല്ലേ നമ്മൾ അബോർഷന്റെ കേസ് എടുത്താലും, ഹോമോസെക്ഷുവലിന്റെ കേസ് എടുത്താലും, തിന്മയാണ്, പാപം പാപമാണ്. മറിച്ച് പാപത്തിനപ്പുറത്ത് ഒരു കരുണ ദൈവത്തിനുണ്ട്. ആ കരുണയുടെ മുഖമാണ് സഭയുടെ മുഖം. ആ സഭയുടെ മുഖമാണ് ഈ ഡോക്യുമെന്റിലൂടെ ലോകത്തിന് വെളിവാക്കി കൊടുക്കുന്നത്. ആ മുഖത്തെ വൈകൃതമാക്കാനാണ് ലോകവും ലോകത്തിന്റെ മിത്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ. അവര് ഭൂരിപക്ഷമായതുകൊണ്ടും ഇവര് ന്യൂനപക്ഷമായതുകൊണ്ടും നമുക്ക് ഈ ന്യൂനപക്ഷത്തിന് ഈ ഭൂരിപക്ഷവുമായിട്ട് ഈ തിന്മയുടെ കേസിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഒരു രീതിയിൽ പറഞ്ഞാൽ ആ ചിത്രങ്ങൾ ഒരുപക്ഷെ പാപത്തെ ആശീർവദിക്കുന്ന ഒരു ഇമേജ് ആളുകളിൽ ഒരു പ്രതീതി ആളുകളിൽ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുന്നു. അതൊരു പക്ഷേ ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പാപത്തെ ആശീർവദിക്കുക എന്ന് പറഞ്ഞൊരു സത്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. പക്ഷെ പാപിയെ ആശീർവദിക്കാനായിട്ട് സഭയ്ക്ക് കഴിയും. അതാണ് അതിന്റെ വ്യത്യാസം. പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ആശീർവദിക്കാൻ സഭയ്ക്ക് കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് കഴിയും, ദൈവത്തിന്റെ കരുണ എടുക്കാൻ കഴിയും. പാപത്തെ വെറുക്കാനും പാപിയെ സ്നേഹിക്കാനും പറഞ്ഞവന്റെ ആ കാരുണ്യത്തിന്റെ മുഖമാണ് അവിടെ. അതല്ലാതെ അത് പാപത്തെ നമ്മൾ ആശീർവദിക്കുന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ലോകം നടത്തുന്നത്. നമ്മൾ ഇവിടെ ആശീർവദിക്കുന്ന പാപിയെയാണ്, അവന്റെ പാപത്തെ അല്ല എന്നുള്ള സത്യമാണ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. പാപത്തിനെ ഒരിക്കലും പാപത്തെ ആശീർവദിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് സഭ എടുത്തു പറയുന്ന കാര്യമാണ്. ഇവിടെ പാപത്തെ ആശീർവദിക്കലാണ് വാസ്തവത്തിൽ ഈ സ്വർഗാനുരാഗികളെ നമ്മൾ ആ തരത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ, അത് ബ്ലെസ്സിംഗ് ആയി കാണണമെന്ന് പറയുമ്പോൾ പാപത്തെ ആശീർവദിക്കാനാണ് ലോകം ആവശ്യപ്പെടുന്നത്. പറയുന്നത് പാപത്തെ ആശീർവദിക്കാൻ കഴിയില്ല, പാപിയെ ആശീർവദിക്കാം എന്നുള്ളതാണ്. ആ ഒരു വ്യതിരിക്തത കൃത്യമാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാകുന്ന എനിക്ക്. ഓക്കെ ഫാദർ അരുൺ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഫാദർ തന്നെ നേരത്തെ പറഞ്ഞു, അച്ഛന്മാർക്ക് ഇത് ഒരുപക്ഷെ ഇതൊരു വലിയ കീറാമുട്ടിയായിട്ട് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓസ്ട്രിയൻ സഭ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വരുന്ന കപ്പിൾസിനെ തീർച്ചയായും ബ്ലസ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഏത് രീതിയിൽ ഒരു ഭാവിയിലേക്ക് ഇത് ഏത് രീതിയിലുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് സഭയിലും സമൂഹത്തിലും? സ്വാഭാവികമായും വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഈ മേഖലയിൽ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ ഡോക്യുമെന്റിന്റെ പോലും പശ്ചാത്തലം യൂറോപ്യൻ കോണ്ടെക്സ്റ്റാണ്. വളരെ സമാധാനപരമായി അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം പോലും കാര്യമായി ഉയരാത്ത ധാരാളം രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അഥവാ ഭൂമിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും ഒരു പ്രോ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ചിലപ്പോൾ പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ ഇവിടെയും കുറച്ച് കാലങ്ങൾക്കപ്പുറത്ത് അത് വരാം എങ്കിൽ പോലും നമ്മൾ കുറച്ച് പുറകിലായിരുന്നു. യൂറോപ്പൊക്കെ ഈ കാര്യത്തിൽ അവരുടെ യൂറോപ്യൻ കൾച്ചർ ഈ കാര്യത്തിൽ വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും CDFന്റെ ഡോക്യുമെന്റുകൾ പോലും പലപ്പോഴും ഗ്ലോബിനെ മുഴുവനും നേരിടുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അഡ്രസ് ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. കാരണം ഓരോ സ്ഥലത്തിന്റെയും കാലികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രത്യേകതകളും കൂടെ
പരിഗണിക്കപ്പെടേണ്ടി വരും. ഒരു പ്രദേശത്തുള്ള വലിയ ഗൗരവമുള്ള ഒരു പ്രശ്നം മറ്റൊരു സ്ഥലത്ത് ഇല്ലായിരിക്കും എന്ന് കണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. ഇവിടെ സംഭവിക്കാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ സ്കാൻഡലിന്റെ പ്രശ്നമാണ്. അത് ഈ സ്വർഗ അനുരാഗത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സ്ഥലം മുതൽ തന്നെ തുടങ്ങും. ഒരു പരിധിവരെ അവർക്ക് അജപാലന ശുശ്രൂഷകളൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു മേഖല ഇത് സ്വാഭാവികമായുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ കാണണം എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ജനിതകമായിട്ടുള്ള ഒരു വൈകല്യമാണോ, എങ്ങനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളത് അതിന് തിരുസഭ പഠിപ്പിക്കുന്നതാവട്ടെ, മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതാവട്ടെ, ഒരിക്കലും ഇതൊരു ജനറ്റിക്കലി അതൊരു ശരീരത്തിന്റെ പ്രത്യേകതയല്ല എന്ന് തന്നെയാണ്. അഥവാ മറുവശത്ത് പറഞ്ഞാൽ ഇത് ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഒരാൾക്കൊരു ഹോമോസെക്ഷൽ താല്പര്യം ഉണ്ടാകുന്നത് എന്ന് നാളിതുവരെ ഒരു മെഡിക്കൽ തിയറിയും പ്രൂവ് ചെയ്തിട്ടില്ല. അതൊട്ട് സാധ്യവുമല്ല. കാരണം ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് ലൈംഗിക ആകർഷണം തോന്നുന്നു കരുത്. ഒരു സ്വാഭാവികമായ ബന്ധത്തിലുള്ള ഒരാൾ തന്നെയാണ്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി കുറച്ച് കടന്നൊരു ഉദാഹരണമാണെന്ന് വിചാരിച്ചു. ആരും കാണാത്ത ഒരു സ്ഥലത്ത്, വളരെ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ സ്പർശിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടെ പ്രകാശം വരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്താണ് ഇതെന്റെ സഹോദരിയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാളാണെന്നോ തിരിച്ചറിയുന്നതെന്ന് കരുതുക. തൽക്ഷണം ആ ആളുടെ അത്തരമൊരു വികാരം തന്നെ അങ്ങ് ഇല്ലാണ്ടാകും. കാരണം ആ ലൈംഗിക ഉണർവ്, താല്പര്യം ഉണ്ടാകുന്നത് ശരീരത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാണ്. മറുവശത്ത് ശരീരത്തിന്റെ ഒരു നീടാണ് വിശപ്പ്. ആ മനുഷ്യൻ വിശന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് തന്റെ ഫുഡല്ല അത് എന്ന് തോന്നും. എന്നത് കണ്ട് അയാളുടെ വിശപ്പ് പോകത്തില്ല. കാരണം അത് ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ഇത് മനുഷ്യന്റെ മനസ്സിന്റെയും കാഴ്ചപ്പാടിന്റെയും പരിണിതഫലമാണ് ഈ ഹോമോസെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഹോമോസെക്ഷൽ ഓറിയന്റേഷനോടുകൂടെ ഒരാളും ജനിതകമായി ജനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് വരെയുള്ള സ്റ്റഡീസ് ഒക്കെ സത്യത്തിൽ. ഇനി പിന്നെ എന്താണ് ഇതിന്റെ പുറകെയുള്ള കാരണം? ദേ ആർ സോഷ്യലി കണ്ടീഷൻഡ് എന്നതാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് പറയുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യലി കണ്ടീഷൻഡ് ആണ്. നമുക്കറിയാം, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ, അവർ കൗൺസിൽ ചെയ്യുന്ന വ്യക്തികളൊക്കെ പറയും ദേ വിൽ ഹാവ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് മിസ്യൂസ്. ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഒരു അനുഭവത്തോടു കൂടി തന്നെയാണ് ഇതിൽ വലിയൊരു ശതമാനം ആളുകളും ഇതിലേക്ക് വരുന്നത്. ചിലപ്പോൾ വളരെ ഭീകരമായി ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ പ്രതീക്ഷിക്കാതെ, പിന്നീട് അത് ഭയങ്കര ഭയമായി നിന്നു. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ സമീപിച്ചപ്പോൾ ഇത് വലിയ അപകടമില്ലാന്ന് തോന്നി, അപ്പം അതൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ അത് വളർന്ന് വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ മറ്റൊരു സാധ്യത, ഇപ്പം ചിലപ്പോൾ ചില കുട്ടികളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടി വല്ലാതെ കാത്തിരുന്നു. ജനിച്ചത് പെൺകുട്ടിയാണ്, അപ്പോൾ ആൺകുട്ടിയെ പോലെ തന്നെ മുടിയൊക്കെ വെട്ടി അതിന് ആൺകുട്ടികളെ ഷർട്ടൊക്കെ ഇടിപ്പിച്ച് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വളർത്താലോ, അങ്ങനെ കുറച്ച് ആൾ വളർത്തി. എന്തുണ്ടാവും, ഗ്രാജുവലി ആ കൊച്ചു സ്കൂളിലൊക്കെ ചെല്ലുമ്പം എന്നെ കണ്ട ആണിനെ പോലെ ഇരിക്കും, പക്ഷെ ഞാനിപ്പോൾ പെൺകുട്ടികളുടെ കൂടെയാണ് കളിക്കേണ്ടത്, ആൺകുട്ടികളുടെ കൂടെയാണ് കളിക്കേണ്ടത്, ആരാണ് എൻ്റെ ഫ്രണ്ട്സ്? അതൊരു സെക്ഷൽ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കും. സെക്ഷൽ ഐഡന്റിറ്റി ക്രൈസിസ്. ഇങ്ങനത്തെ ക്രൈസിസുകളിൽ നിന്ന് പതുക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകും. ഇങ്ങനെ തുടങ്ങി പാരന്റിങ്ങിന്റെ മറ്റു ചില പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ഒത്തിരി കാരണങ്ങളാണ് ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ പുറകിലുള്ളത്. അവയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മൾ വെറുതെ നോക്കിയാൽ, ഇപ്പം യൂറോപ്പിലാണോ നമ്മുടെ ഇന്ത്യയിലാണോ കൂടുതൽ ഹോമോസെക്ഷൽസ് ഉള്ളതെന്ന് ചോദിക്കുക, നമുക്കങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയാവുന്നിടത്തോളം അറ്റ്ലീസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന ഹോമോസെക്ഷൽസിന്റെ നമ്പറിലെങ്കിലും യൂറോപ്പിന്റെ അടുത്തൂടെ പോലും നമ്മുടെ നാട് വരില്ല. കാരണം എന്താണ്? ഒറ്റ കാരണം, നമ്മുടെ നാട്ടിൽ അതൊരു മോശം കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് കേൾക്കുമ്പോൾ തന്നെ അയ്യേ ഞാനങ്ങനെ ആവരുത് എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ ചെറുപ്പം മുതലുണ്ട്. ഈ യൂറോപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു സ്കൂളിൽ പോലും ഒരു 7ാം ക്ലാസ്സിലായ കൊച്ചിനോട് ടീച്ചർ ഒന്ന് ചോദിക്കും, മോളെ നീ ഹോമോസെക്ഷൽ ആണോ ഹെറ്ററോസെക്ഷൽ ആണോ? ഒരു പിടി ഞാനിങ്ങനെ ഹോമോസെക്ഷലാ. അപ്പോൾ ടീച്ചർ പറയും, ഓ വണ്ടർഫുൾ, നീ സ്പെഷ്യലാണ്, ഈ യുണീക്കാണ്, മറ്റുള്ളവരെ പോലെ അല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ, പക്ഷെ നീ മാത്രം എന്താ പ്രത്യേകതയുള്ളതാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അപ്ലോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ആ കൊച്ചിനത് കൊള്ളാമെന്ന് തോന്നും. മാത്രമല്ല അങ്ങനത്തെ ആളുകൾ കിട്ടുന്ന റെക്കഗ്നിഷൻസ് അതുപോലെ ഒരു വെറൈറ്റി പേഴ്സൺ ആകാനായിട്ടുള്ള പ്രേരണ ജനിപ്പിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വളരെ വികൃതമായ വിധത്തിൽ തലയൊക്കെ കാണിച്ച് നടക്കുകയോ ടാറ്റു ഒക്കെ അടിച്ച് നടക്കുകയോ ചെയ്യുന്ന ആള് കാണുമ്പോൾ അത് അടുത്ത വരുന്ന ജനറേഷൻസിനെ അത് വികൃതമാണെന്ന് പോലും ചിന്തിക്കാതെ അനുകരിക്കാൻ വല്ലാതെ പ്രേരിപ്പിക്കും. കാരണം അതുവഴി ഞാൻ വ്യത്യസ്തനാകും. മറ്റാരുടെയും മേത്തില്ലാത്തൊരു പടം എൻ്റെ മേത്തുള്ളപ്പോൾ ഞാൻ വ്യത്യസ്തനായി, വേറെ ആരുടെയും തലയിരിക്കാത്ത പോലെ എൻ്റെ തലയിരിക്കുമ്പോൾ ഞാൻ വ്യത്യസ്തനായി എന്ന് ഒരു യൂത്ത് ഉറപ്പായിട്ടും വ്യത്യസ്തനാവാൻ ആഗ്രഹിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് സെക്ഷുവാലിറ്റിയിൽ ഞാൻ ഡിഫറൻ്റ് ആണ് എന്ന് കാണിക്കുകയും അത് പറയുകയും ചെയ്യുന്നത് അഭിമാനകരമാണെന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിൽ, ഒരു സംസ്കാരത്തിൽ ഇത് നന്നായി വളരും. അതുകൊണ്ടാണ് തിരുസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എപ്പോഴും അങ്ങനെ ഒരു ഇമേജ് കൊടുക്കരുത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഒരു പക്ഷേ ഈ ഡോക്യുമെന്റ് വന്നതിന് ശേഷം അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ?
കാരണം ഇത് ഈ ഡോക്യുമെന്റിൽ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഈ ചർച്ച തന്നെ ഇതിന്റെ ഭാഗമാണ്. അതിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വ്യഭിചാരത്തെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ ചർച്ച വന്നിട്ടുണ്ട്. കുറച്ച് വർഷം കേട്ട് കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക്, ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഒരാൾക്ക് നമ്മുടെ കുറച്ച് നാൾ മുമ്പ് ലൈംഗികത എന്നൊരു വാക്ക് പറയാൻ പോലും ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആർക്കാണ്, ഏത് ക്ലാസ്സിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് അതങ്ങ് ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആയി തീരാം. സത്യത്തിൽ ഇതിന്റെ പുറകെയുള്ള ലോബിയിങ്ങിന്റെ ഒക്കെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലും അത്തരം ചർച്ചകളാണ്. പറഞ്ഞ് അതിനെ ഒരു കാര്യമല്ലാതാക്കാൻ പറ്റും. എന്നും കേൾക്കുന്ന, എന്നും കാണുന്ന, സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു കാര്യത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കാം, അക്കമ്പനി ചെയ്യാം എന്നൊക്കെ മട്ടിലൊക്കെ അവതരിപ്പിച്ചും കൂടെ വരുന്നതോടുകൂടെ ഇത് പ്രചോദിപ്പിക്കപ്പെടും. കാരണം ഈ ഹോമോസെക്ഷുവൽ ടെൻഡൻസി അത് സൊസൈറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ്, ഒരാളുടെ വളർച്ചയിൽ അക്വയർ ചെയ്യുന്നതാണ്. രോഗമായിരുന്നു നമുക്കൊന്നും പറയാനില്ല, അത് രോഗമാണെങ്കിൽ അവരെ അങ്ങനെ തന്നെ കാണണം. ഇനി രണ്ടാമത്, ജനിച്ചപ്പോഴേ അങ്ങനെയാണെങ്കിൽ കൈയില്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ അയാൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ അയാളെ കാണും. പക്ഷെ ഇവിടെ സഭ അതിനെ എതിർക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അത് ജനറ്റിക്കൽ അല്ല എന്നുള്ളതാണ്. അത് അക്വയർ ചെയ്തതാണ്, അത് പാപമാണ്. പാപം ജന്മന ഉണ്ടാവില്ലല്ലോ. ഒരാൾ ജനിക്കുന്ന പാപാവസ്ഥയിൽ ഒരു പാപം ഒരാളുടെ ജന്മത്തിൽ ഉണ്ടാവില്ല, പകരം അതിന്റെ പ്രവൃത്തികളാണ് പാപമായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രവൃത്തികളെ ശക്തമായി എതിർക്കാനുള്ള നിരന്തര പ്രയത്നമാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത്. ഈ ബാലൻസിന്റെ ഒരു പ്രശ്നമാണ്. അതായത് ഇതിന്റെ തിന്മയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ഒരു അക്കമ്പനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇച്ചിരി പറയേണ്ടത്. പക്ഷേ നമ്മൾ എത്ര കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞാലും മീഡിയ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത് ഇതായിരിക്കും. മീഡിയ മുഴുവനായും ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ഇതിന്റെ നെഗറ്റീവ് വശമാണ്, എന്ന് വെച്ചാൽ ഭൗതികമായ തലമാണ് എടുത്തേക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രൂഡൻസ് എന്ന് പറയുന്നത് പരമാവധി ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതാണ്. യൂറോപ്പിന്റെ ഒരു സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു തീപ്പൊരി പോലും ഒരു വലിയ തീയായിട്ട് ആളിക്കത്താനുള്ള സാധ്യതയാണുള്ളത്, അല്ലെ? അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും. നമ്മൾ എത്രയൊക്കെ കുസ്തി പിടിച്ചാലും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും. പിന്നെ പോരാഞ്ഞിട്ട് അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നേതൃത്വത്തിലുള്ള ആളുകളും കൂടെ ഉണ്ടെങ്കിൽ ഇത് വളരെ വികലമായി തീരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജർമ്മൻ സഭയൊക്കെ വളരെ വലിയൊരു ക്രൈസിസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. സാർക്ക് ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മേലിടുന്നത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. വിവേകം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ വിവേകത്തോടുകൂടെ ശ്രദ്ധാപൂർവം ആദ്യം ചെയ്യേണ്ടത് ആശീർവദിക്കലുമല്ല, ആദ്യം ചെയ്യേണ്ടത് അതിന്റെ തിന്മയെക്കുറിച്ച് പഠിപ്പിക്കലാണ്. നിങ്ങളൊരു തിന്മയുടെ അവസ്ഥയിലാണ്, നിന്നെ രക്ഷപ്പെടാൻ ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ അച്ഛൻ അത് ചെയ്യാവും. അതാണ് കൂടുതൽ ശക്തമായി പറയേണ്ടിയിരുന്ന ഒരു കാര്യം. നീ ഒരു തിന്മയുടെ അവസ്ഥയിലാണ്, ആ തിന്മ നിന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോകാതിരിക്കാനുള്ള സ്ട്രെങ്ത്, അഥവാ തിരിച്ചു വരാനുള്ള ശക്തി നിനക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ പറയാവൂ. അതൊരിക്കലും ഒരു പബ്ലിക് സ്പേസിൽ ചെയ്യേണ്ട കാര്യവുമല്ല. ഇത് കൂടാതെ തന്നെയും ഒരു വൈദികൻ പ്രൂഡന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഒഫീഷ്യൽ റെക്കഗ്നിഷൻ പോലും ശരിക്കും പറഞ്ഞാൽ അതിന് ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം ഇത്രയും കാലം സഭ വളരെ വ്യക്തമായും ശക്തമായതുമായ കാഴ്ചപ്പാടോടുകൂടി വളരെ വിവേകത്തോടു കൂടിയായിരുന്നു ഈ ഒരു സബ്ജക്റ്റിനെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ഡോക്യുമെന്റ് അല്പസ്വല്പം തെറ്റിദ്ധാരണകൾക്ക് ജനങ്ങളുടെ ഇടയിൽ കാരണമായി എങ്കിലും വരും കാലഘട്ടങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇതിന് വ്യക്തമായ വ്യാഖ്യാനങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ വലിയ വിവേകത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ആർക്കും ഉതപ്പുകൾ ഉണ്ടാകാത്ത രീതിയിൽ സഭയിലെ ക്ലറിക്സ് ഈ വിഷയത്തിൽ കൃത്യമായ വ്യക്തമായ നിലപാടുകൾ, ശക്തമായ നിലപാടുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ അരുൺ കലമറ്റത്തിൽ, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ.